നല്ലൊരു കൈയടി കൊടുത്ത് നമ്മുടെ റിച്ചൂട്ടനെ സ്വാഗതം ചെയ്യാം. കോഴിക്കോട് സ്വദേശിയാണ്. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഗായകനാണ്. നമ്മുടെ ഒരു അനുഗ്രഹം കൂടി കൊടുക്കുകയാണ്. ഈ കുട്ടി വളർന്ന് വലുതായി വരുമ്പോൾ ഇന്ത്യയുടെ പേര് ലോകത്തിൽ എല്ലാ ഭാഗത്തും എത്തിക്കാൻ ഈ ഗായകന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് all the best. Thank you. Okay, over to you.
അകലേക്കുമായിരും ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാൻ
കയ്യെ പൊക്കി ചേരും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിന്റെ മിന്നാണേ താരം പെണ്ണിനെ കണ്ടരമ്പും വെല്ലും വെച്ചേനെ കതിരോനെ കണ്ണൻ ചിക്കാൻ പോരും വച്ചാലേ നെഞ്ചോരം തോറുണ്ട് ചുണ്ടാരം ക്ഷീരുണ്ട് രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ടച്ചേരുണ്ട് നല്ല തെക്കാരുണ്ട് കടമീലം പൊങ്കൽ കെട്ടി തപ്പും കൊട്ടിച്ചണ്ട് കാത്തിരിക്കും നേരം വന്ന് ചില്ലം ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം ചില്ലാല ചില്ലം ചില്ലാല ചില്ലാല ചില്ലം ചില്ലാല 1 2 3 മൈകണ്ണിൻ മുള്ളും കണ്ണിൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ ഒരു വട്ട സ്വപ്നം കണ്ടോരോമൽ മുത്താണേ ഞാൻ കണ്ടേ വെച്ചേ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ പടിയോരം വെള്ളിപ്പല്ലം കെട്ടി മുന്നാറേ വീട്ടാരും കൂട്ടുണ്ട് നാട്ടാരും കൂടെയുണ്ട് ആശിച്ചോരെല്ലാരും കൂടെയെത്തുണ്ടേ ആശപ്പും കൊട്ടാരം വിട്ടാരം പൊട്ടിയേ ചിന്താരം പൊട്ടും ചുറ്റിൽ ചേൽ വട്ടം പൊട്ടും പെണ്ണ് കെട്ടിക്കൊണ്ടേ പാട്ടോത്ത് ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം 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 ചില്ലാല ചില്ലം ചില്ലാല നാളെ കാത്തിട്ടു നീ വന്നില്ല മോഹിക്കും പോലെ വേഗം നേരം പോയില്ല നിന്നെ ഞാൻ കാണുന്ന നേരം തൊട്ടേ എന്നുള്ളിൽ കേൾക്കുന്നുണ്ട് ജില്ലം ജില്ലാല മാറത്തെ മൈനെ തേരിൽ കൊഞ്ചാറുള്ളോ നീ എന്നൊരാളെ കണ്ണിൻ മിന്നാറുള്ളോ ആകാശം വീശുന്നുണ്ട് മേഘത്തൂവല പാടാനില്ല ജില്ലം ജില്ലാല ജില്ലം 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 ജില്ലാല ജില്ലം 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 ജില്ലാല ജില്ലം 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 ജില്ലാല ജില്ലം ജില്ലാല ചേലും കൊണ്ട് മോഹിപ്പിക്കും പെണ്ണാളെ അടിവാനത്താനം പെണ്ണി
दीवानी हमको तुमसे प्यार है जस्ट लव यू जिंदगी न मिलेगी दोबारा है जवानी है दीवानी हमको तुमसे प्यार है जस्ट लव यू जिंदगी न मिलेगी दोबारा जाने दो या जाने ना दीवाना मैं दीवाना रब ने बना दी जोड़ी मैं तेरा हीरो जाने दो या जाने ना दीवाना मैं दीवाना रब ने बना दी जोड़ी मैं तेरा हीरो कर ले प्यार कर ले दिल से जब तक है जान ABCD anybody can dance हो सजना तुम सजना ये कहना चिंगार पुण्य तुटम पे बेटर न कर पे दिलों को जीरम पे कुर्बी कर पे കണ്ണാലുന്നെ പത്ത് കണ്ണേയുന്നെ പത്ത് ഞാൻ ചൊല്ലാകുന്ന വാർത്തകൾ നോട്ടീസിലൊക്കെ പൂച്ച് നീ അറബ സ്വീറ്റ് നീ പേസുന്നാറ് കേട്ട് അത് നാളെ ഡെയിലി നൈറ്റ് ഞാൻ ആസപ്പെട്ട നച്ചു കാതൽ കൊണ്ട മാട്ട് നീ ഡോണ്ട് ഫീൽ ബാഡ് നീ പറയുന്ന ഹാർട്ട് അത് 100% ഗോൾഡ് എടുക്ക ഭയം കാതലുക്കും കഴുത്തു പോയിടുമാ അടുത്ത് വന്ന ഉലകമെന്നും കഴുകി പോയിടുമാ ഇതയമെന്നെ തുടിക്കിടടി ഉലകം മൊത്തം ഭയങ്കരടി ചിന്താരം പൊന്നു തിട്ടപ്പേ വിട്ടർന്ന കടപ്പേ കിലുമു ചിലമ്പേ കുറുമ്പി കരിവേ പൊന്മാരെ ഉനേരെ നീ മിന്നി തെന്നും മീരെ നാളെ വേണാളെ ഞാൻ സ്വപ്നം കണ്ട നിന്നെ ഒരു വട്ടം മേയിൽ തൊട്ടോട്ടെ ഒരു കൂട്ടം കാലിൽ ചെന്നോട്ടെ മഴവില്ലിൻ ചന്തം ചേരും ചിരി കണ്ടാൽ ആരും വീഴും ചിന്താരം പൊന്നും തിട്ടപ്പേ വിട്ടർന്ന കടം കിലുമു ചിലമ്പേ കുറുമ്പി കരിവേ Thank you. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ പ്രോഗ്രാമിനെ വിളിച്ച ജോസ് അങ്കിളിന് ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇവിടെ വന്നപ്പോൾ. അത്രേ ഉള്ളൂ, പറയാനൊന്നും എനിക്ക് അത്ര അറിഞ്ഞൂടാ. ഓക്കെ, നന്ദി എല്ലാവരും. ഈ കൈഡി കൊടുത്താൽ മതിയോ? പോരാ. അപ്പോൾ കൊച്ചുമോനെ താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. മുഴുവൻ ടീമിനും നന്ദി കേട്ടോ. ഒരു കൈയടി കൂടി നമ്മുടെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സാന്നിധ്യവും ഗംഭീരമായ പാട്ടും ഈ ഓർമ്മ ഇൻ്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷനെ എന്നെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റിക്കഴിഞ്ഞു അല്ലേ? ഇനി നിങ്ങൾ മറക്കുമോ ഈ സംഭവം? മറക്കില്ല. കാരണം പ്രസംഗങ്ങൾ മാത്രമായിരുന്നില്ല, അതിമധുരമായ സംഗീതവും സമ്മാനിച്ച റിച്ചൂട്ടന് ഒരിക്കൽ കൂടി കയ്യടിയും എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. താങ്ക് യു. സെക്കൻഡ് റൗണ്ടിൽ പ്രവേശിച്ച കുട്ടികൾക്കുള്ള ബാഡ്ജുകൾ മേടിക്കാത്തവർ അവിടെ പോയി എടുക്കണം കേട്ടോ. സെക്കൻഡ് റൗണ്ടിൽ പ്രവേശിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന പാർട്ടിസിപ്പൻസ് നിങ്ങളുടെ ബാഡ്ജ്, നെയിം ബാഡ്ജ് കിട്ടിയിട്ടില്ലെങ്കിൽ കൗണ്ടറിലുണ്ട്, പോയി മേടിക്കാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് റൗണ്ട് നമ്മുടെ അതിഥികൾ ഓരോരുത്തരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഉടൻ തന്നെ ഇതിൻ്റെ സമാപന ചടങ്ങിലേക്ക് ഉടൻ തന്നെ പ്രവേശിക്കാവുന്നതാണ്. അതിഥികൾ ഓരോരുത്തരോരുത്തരെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും വിശദമായി പിന്നീട് സ്വാഗതം ചെയ്യുന്നതും പരിചയപ്പെടുത്തുന്നതുമാണ്.
സ്റ്റേജ് അറേഞ്ച്മെൻറ്റിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പാട്ട് പാടണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വരാം. ആരാ വരുന്നത്? യു ലൈക്ക് ടു കം? കം. എന്നൊരു കൈയടി കൊടുത്തേ. എപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്നോ ആ സമയത്ത് നമ്മൾ കൈയടിച്ച് പാട്ട് നിർത്തുന്നതാണ് കേട്ടോ. ഓക്കെ. ഞാനൊരു ഗസൽ പാടാം. പണ്ടത്തെ പ്രശസ്തനായ ഗസൽ ഗായകൻ ഉമ്പായിക്കാട് ഒരു നിളാതീരത്ത് എന്ന് പറയുന്നൊരു ഗസൽ. ഒരു നിളാതീരത്ത് ഒരുങ്ങി വന്നെത്തുന്ന ശരത്കാല ശശിലേഖ പോലെ മനസ്സിൻ്റെ ഉമ്മറ വാതിൽക്കലെന്തിനു ഒരു വട്ടം കൂടി നീ വിരുന്നു വന്നു എൻ്റെ പ്രിയ സഖി എനിക്കായി കാത്തിരുന്നു. ഒരു നിളാതീരത്ത് ഒരുങ്ങി വന്നെത്തും അവളുടെ തളിരധരങ്ങൾക്ക് മായാത്ത അരുണിമയുണ്ടായിരുന്നു. ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു. മഷിയെഴുതാത്തൊര കരിമിഴിപ്പൂക്കളിൽ കനവുകളേറെയുണ്ടായിരുന്നു. പ്രണയത്തിൻ മധുരിമയേറെയുണ്ടായിരുന്നു. ഒരു നിളാതീരത്ത് ഒരുങ്ങി വന്നെത്തും. താങ്ക് യു. ഇത് മൊബൈൽ പാട്ട് ട്രാക്ക് ഇടാൻ പറ്റുമോ? നിർബന്ധമാണെങ്കിൽ ചിലപ്പോൾ അത് നടന്നു വരില്ല. കാരണം ഇതൊരു ഗ്യാപ്പ് ഫില്ലിംഗ് ആണേ. ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ആർക്കും പാടാൻ താല്പര്യമുണ്ടോ? സോനു നദിമോൻ ചെന്ന് ചോദിച്ചേ അവരോട് പറ്റുമോ? മോൻ അവിടെ ഇരിക്കും കേട്ടോ. യാ പ്ലീസ് സോനു കം. പാട്ട് മുഴുവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. വന്നു കിട്ടിയ ഒരു ചാൻസാണ്, അതുകൊണ്ട് സഹകരിക്കുക. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. വഞ്ചിയിലെത്തി മായക്കാരൻ മഹർഷിയായി തീർന്നു. വഞ്ചിയിലെത്തി മായക്കാരൻ മഹർഷിയായി തീർന്നു. അന്നു തൊട്ടൻ മനസ്സിനുള്ളിൽ അഷ്ടമി കേളി തുടങ്ങി. അഷ്ടമി കേളി തുടങ്ങി. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു. വാഗപ്പൂമരച്ചോട്ടിൽ നിന്നപ്പോൾ വളകിലുക്കം കേട്ടു. വളകിലുക്കം കേട്ടു. താങ്ക് യു. ഒരു ചെറിയ പാട്ടിൻ്റെ പകുതി പാടാൻ സാധ്യതയുണ്ട്. സമയം ആർക്കെങ്കിലും പാടണോ? ഓടിവാ. എപ്പോൾ ഗസ്റ്റ് വരുന്നോ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. പുതുവെള്ളി മഴയെങ്കും
இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது இந்த சொல்லாம இடம் கூட குளிர்கின்றது மனம் சூடான இதம் தேடி அலைகின்றது மனையே நீயானா கரை நானே சிறு பறவை நீயானா உன் வானம் நானே புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது பெண் இல்லாத ஊரிலே அடி நான் பூப்பதில்லை பெண் இல்லாத கூறின அடி நான் பூப்பதில்லை உன் புடவை முந்தாடி சாய்ந்ததில் இந்த பூமி பூத்தது இது கண்கள் சேராத பெண்மழை உங்கள் மார்போடு வந்தாடுது புது வெள்ளை மழை இங்கு பொழிகின்றது இந்த கொள்ளை நில உடல் நனைகின்றது இங்க சொல்லாத இடம் கூட குளிர்கின்றது மனம் சூடான இதம் தேடி அலைகின்றது நதியே நீயானா கரை நானே சிறு பறவை நீயானா உன் வானம் நானே தேங்க்யூ താങ്ക് യു പഠിത്തോ ആ ஒரு தல காதல் தந்தா என்ன தருதல மனசுக்கு வந்தா ஒரு தல காதல் தந்தா என்ன தருதல மனசுக்கு வந்த காதலுக்காக இடையில்லா சொல்லி தர வாவாத்தி சேட்டு வச்சா எல்லாம் மல்லி தர வாவாத்தி உசுரம் தார கை மாத்தி அடியாத்தி எது என்ன ஃபீலு உன்னாலே நான் ஃபெயில பிடிக்காம ஓட்டன நீல இனிமேல் ஓவால அடியாத்தி எது என்ன ஃபீலு உன்னாலே நான் ஃபெயில பிடிக்காம ஓட்டன நீல இனிமேல் ஓவால தேங்க்யூ ചിലപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ സരി ആർക്ക് വേണം ഓടിവാ 4 വരി ആർക്കെങ്കിലും വേണേ ഓടി വന്നേ ഇനി ഈ ചാൻസിന് കിട്ടൂല ആർക്കും വേണ്ടേ ഇവര് മാത്രമല്ല പുറകിലിരിക്കുന്നവർക്കും വരാം വേഗം വരണേ ചീഫ് ഗസ്റ്റ് എത്തി പാടുന്നവരുണ്ട് ഓടിവാ ഓടിവാ സോവിൻ പേരൊന്ന് പറഞ്ഞോളൂ കേട്ടോ പരിചയമില്ലാത്തവർക്ക് കേട്ടോ എൻ്റെ പേര് ശ്രീയ സുരേഷ് ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് സോ ഓർമ്മ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു ഒരു കോമ്പറ്റീഷൻ എന്നതിലുപരി അതൊരു ട്രെയിനിങ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു ഇപ്പം എൻ്റെ കണ്ടസ്റ്റൻസ് തന്നെ ഞാൻ ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഒരു സ്പീച്ച് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആക്കേണ്ടത് അതുപോലെ കുറേ കാര്യങ്ങൾ അതിന് ഓർമ്മയോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് തന്നെ പറയാനുണ്ട് പിന്നെ അതിലുപരി എനിക്ക് കുറേ ഫ്രണ്ട്സ് കിട്ടി ഇവിടെ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ലിങ്ക്സ് ഉണ്ടാക്കാൻ സാധിച്ചു അതിന് വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എല്ലാം നല്ലതാണ് പറയാനുള്ളത് താങ്ക് യു അടുത്തയാള് ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട് ഫെലിക്സ് കം anything you want to say anything about
I would like to thank you, Orma, for this opportunity. It's been a great experience. I've been able to compete with very like-minded people, very like-minded contestants. I would like to wish all of you the best of luck as soon as this award ceremony starts. I know all of us are going to be very nervous, but I wish you all the best of luck. Thank you. Good. Blessing, come. Run fast. നല്ല സ്പീഡിൽ വാ. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാട്ടിനാണെങ്കിലും ഡാൻസിനാണെങ്കിലും ഐഡിയ സ്റ്റാർ സിംഗറും D4 ഡാൻസും ഒക്കെ ലക്ഷങ്ങളും കോടികളും ഒക്കെ കൊടുക്കുമ്പോൾ പ്രസംഗ മത്സരത്തിന് അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിങ്ങിന് എന്തുകൊണ്ട് വെറും ഒരു റൂമിലെ പ്രസംഗ മത്സരം അല്ലെങ്കിൽ കൂടിപ്പോയി 5000 രൂപയുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന പ്രസംഗ മത്സരത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നുവെന്ന് ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന പല പ്രസംഗ തൊഴിലാളികളും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 1,00,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപയുടെ ക്യാഷ് പ്രൈസിനപ്പുറത്തേക്ക് ഈ ഒരു 6 മാസത്തെ ജേണി ഞങ്ങൾക്ക് നൽകിയ ഒരുപാട് എക്സ്പീരിയൻസുകളുണ്ട്. സല്യൂട്ടേഷനിൽ മാന്യ സദസ്സിന് നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്ന ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ സല്യൂട്ടേഷൻ്റെ രീതി മാറി, ഞങ്ങളുടെ എഴുത്തിൻ്റെ ശൈലി മാറി, ഞങ്ങളുടെ ഭാഷ മാറി. ഞങ്ങൾ ഓരോരുത്തരും പ്രസംഗം തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നേരത്തെ സ്വന്തമായിട്ട് എഴുതാതിരുന്ന പലരും ഇപ്പോൾ പഠിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഓരോ മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്നും പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇത്രയും വലിയ ഒരവസരം ഒരുക്കി തന്ന ഓർമ്മ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷന് എല്ലാവരും നന്ദി പറയുന്നു. ഇതെന്നും ഞങ്ങൾ 26 പേർക്കും ഒരു ഓർമ്മ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. താങ്ക് യു. ഗൗരി, ആർ യു റെഡി? Almost ready. Okay, Gauri, come. Rush fast. And you'll be the last. എൻ്റെ പേര് ഗൗരി മുരളി. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ ഫോറിൻ ചോക്ലേറ്റ്സ്, അസോർട്ടഡ് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചില ചോക്ലേറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കും, ചിലത് അത്ര നന്നാവണം എന്നില്ല, ചിലത് വലിയ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഓർമ്മ എനിക്ക് നല്ല ഒരു ബോക്സ് കിട്ടിയ ഏറ്റവും നല്ല ഒരു ചോക്ലേറ്റ് പോലെയാണ് തോന്നിയത്. അതും ഇത് ഈ 2 ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല, ഒത്തിരി മാസമായിട്ട് ഓൾമോസ്റ്റ് 6 months ആയിട്ട് നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. ഒത്തിരി റൗണ്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി വിഷയങ്ങളെ പറ്റി സംസാരിച്ചു. അപ്പോൾ എല്ലാം കൊണ്ടും ട്രെയിനേഴ്സ് ആയാലും ഇത് ഓർഗനൈസ് ചെയ്യുന്നവരായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ അടുത്തു നിന്നും എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും എനിക്ക് പഠിക്കാനുണ്ടെന്ന് തോന്നി. അത് നല്ലതാണല്ലോ, അവരങ്ങനെ ചെയ്തത് കൊള്ളാലോ, അങ്ങനെ എനിക്ക് തോന്നി. ഈ എക്സ്പീരിയൻസ് ഒരിക്കലും മറക്കില്ലെന്ന് തോന്നുന്നു. ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ താങ്ക് യു പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നന്ദി. Thank you, Gauri. And the last is Adityan. Come on. Your experience. ആദ്യം തന്നെ താങ്ക് യു ഓർമ്മ, എല്ലാത്തിനും ഇവിടെ കൊണ്ടുവന്നതിനും ഇത്രയും നല്ല സൗകര്യങ്ങൾ ഒരുക്കി തന്നതിനും താങ്ക് യു. ഈ 6 മാസം കാലം ഒരിക്കലും വെറുതെ പോയിട്ടില്ല. ഇവിടെ ജയിച്ചതായോ തോറ്റതായോ ആരുമില്ല, നമ്മളെല്ലാവരും വിജയികളാണ്. 500 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ സന്തോഷിക്കൂ. ഓക്കെ ആദിത്യൻ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുഖ്യാതിഥിയും വിശിഷ്ടാതിഥികളും എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മളവർ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല കൈയടി കൊടുത്ത് സന്തോഷത്തോടെ സ്വീകരിക്കണം എല്ലാവരെയും, കേട്ടോ. ചിരിക്കുന്ന മുഖങ്ങളായിരിക്കണം മലയാളികളുടെ മുഖങ്ങൾ. മലയാളികൾ പൊതുവെ സങ്കടപ്പെട്ടിരിക്കുന്നവരാണ്, അല്ലേ? നല്ല പുഞ്ചിരിക്കുന്ന മുഖങ്ങളായിട്ട് നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥിയെയും അതിഥികളെയും കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. Over to the MC.
MC check, 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 MC check. A very good afternoon, ladies and gentlemen, and welcome to the grand event, Overseas Resident Malayalis Association International Speech Competition, Malayalam and English, powered by Orma International Talent Promotion Forum, USA. A very good afternoon, ladies and gentlemen. I am Kenna Sunny, feeling so proud to host this grand event. And നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. The much awaited moment is finally here, and I'm much delighted to offer a hearty welcome to each and everyone invited here on a very auspicious moment in a spectacular evening. And it is indeed a very honorable moment for me. At the same time, it's my privilege to host this grand event powered by Orma International Foundation. And the ladies and gentlemen, we all know that why we have been gathered here for. Am I right? നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു ദിവസം എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ആണോ? Yes, absolutely, Ade. And now the time has arrived to honor our outstanding performance, and we are honored to have with some distinguished guests who have gathered this event with their presence. And please join me with welcoming them. So before starting an event and getting any further ado, I have request and I hope you all do for me. Can I hear a big round of applause from your all side? Thank you so much. So let's begin our formal session. So ladies and gentlemen, as we begin this event, let us first evoke the blessings of the Almighty God. So let's start with the praise song. For that I invite Devesh and Devana Shibu. സ്നേഹത്തിനുറവയാം ദൈവമേ നീ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ കാരുണ്യവാരിധി കനിവിൻ രൂപമേ കരം പിടിച്ചെന്നെ നടത്തിടണേ സ്നേഹത്തിനുറവയാം ദൈവമേ നീ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ സത്യത്തിൻ പാതയിൽ നിത്യം ചരിച്ചിടാൻ നേർവഴി ഞങ്ങൾക്ക് കാട്ടിയിടണേ കരുണാസാഗരമേ കൈവിടാതെന്നും കാത്തു കൈക്കൊള്ളണേ നന്മതെന്നറുതിരി തെളിഞ്ഞിടട്ടെ ഇന്നും നന്മതെന്നറുതിരി തെളിഞ്ഞിടട്ടെ സ്നേഹത്തിനുറവയാം ദൈവമേ നീ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. For addressing the words of gratitude with much respectfully, I invite Chairman Orma Talent Promotion Forum, Mr. Joss Thomas. Good evening. It's actually good afternoon, right? വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വേദിയിലേക്ക് വരാനായി കാത്തിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അവരുടെ മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, സ്നേഹിതരെ, ഓർമ്മ ഓവർസീസ് റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സംഘടന,
നിരവധിയായ സംഘടനകൾ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വലിയ ഒരു വടവൃക്ഷമാണെന്നുള്ള ചിന്തയില്ലാതെ ചെറിയ ഒരു തണൽ മരമായി അമേരിക്കയിൽ നിന്നുകൊണ്ട് കേരളത്തെയും നമ്മുടെ കുട്ടികളെയും നമ്മുടെ സാഹചര്യങ്ങളെയും നോക്കിക്കാണുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് വന്ന ചില ചിന്തകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ആകാംക്ഷകളുടെയും ഒക്കെ ആകത്തുകയാണ് ഏകദേശം 1 വർഷം മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് തുടങ്ങിയ ഈ യാത്രയുടെ പരിസമാപ്തി ഇന്ന് ഇത്തരത്തിലുള്ള പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ ഇവിടെ നടത്തപ്പെടുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തെ മുന്നിൽ നിർത്തി കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി ഈ ഓഗസ്റ്റിൽ 15-ാം തീയതിയോടനുബന്ധിച്ച് അവസാനിപ്പിക്കാനായി പ്ലാൻ ചെയ്ത ഈ പ്രോഗ്രാം ഞങ്ങൾ കേരളത്തിലെ കുട്ടികളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഫൈനൽ റൗണ്ട് മത്സരം സ്റ്റേജിൽ നടത്താൻ പറ്റുമെന്നോ നിങ്ങളെപ്പോലെയൊക്കെയുള്ള വിശിഷ്ട അതിഥികളെ ഇവിടെ എത്തിച്ച് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഞങ്ങളിലേക്ക് വന്നു ചേർന്ന ഈ കുട്ടികൾക്ക് അവർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത അവരുടെ ഓർമ്മച്ചെപ്പിൽ ഒരു നല്ല ഓർമ്മയായി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ലക്ഷ്യം. അതായിരുന്നു ഞങ്ങളുടെ മനോവീര്യം. 500ഓളം കുട്ടികൾ ആദ്യ റൗണ്ടിൽ അവരുടെ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് വീഡിയോയിൽ അയച്ചു തന്നു. ആ പ്രസംഗങ്ങൾ എല്ലാം കണ്ട് ഒബ്സർവ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അതിൽ നിന്ന് 50 കുട്ടികളെ 2ാം റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തു. 25 പേര് ഇംഗ്ലീഷിലും 25 പേര് മലയാളത്തിലും. ആ 50 കുട്ടികൾക്ക് ഏകദേശം 4 മാസത്തോളം നീണ്ടു നിന്ന വ്യത്യസ്തങ്ങളായ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെയായി നടത്തി അവരുടെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ച് അതിനെല്ലാം കറക്ഷൻ പറഞ്ഞ് അവരെ മോൾഡ് ചെയ്ത് ഒരു ഫൈനൽ റൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 50 കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു, കേരളത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു ഓൺ സൈറ്റ് പ്രോഗ്രാം, ഓൺ സ്റ്റേജ് പ്രോഗ്രാം നടത്തിയാൽ നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന്. 50-ൽ 49 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വരും സാറേ. ആ ഒരു മൊമെന്റ് ഈ ഒരു യാത്രയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ എന്നോടൊപ്പം പ്രവർത്തിച്ച ഒരു കൂട്ടം ആളുകൾ മുൻപിലും പുറകിലുമായി അമേരിക്കയിൽ മനസ്സും പാലായിൽ കേരളത്തിൽ കൈകളും കാലുകളുമായി ഓടി നടന്ന് ഈ കാര്യം ചെയ്തതിൻ്റെ ഒരേ ഒരു കാരണമേ ഉള്ളൂ. എന്നോട് എൻ്റെ കൂട്ടുകാർ പലരും ചോദിച്ചു, നിനക്ക് വേറെ വല്ല പണിയില്ലേ, വല്ല ആവശ്യമുണ്ടോ നാട്ടിൽ പോയി അവിടുത്തെ കുട്ടികളെ വേണ്ടി ഇത് ചെയ്യേണ്ടത്? അമേരിക്കയിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റികളില്ല, ഇവിടെ ചെയ്താൽ പോരെന്ന് ഞങ്ങളോടൊക്കെ കുറ്റപ്പെടുത്തലുകളോട് ചോദിച്ചവരുണ്ട്. ഞങ്ങളിത് ചെയ്തതിൻ്റെ കാരണം നിങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വിദേശത്തേക്ക് പോവുകയാണ്, ആരും തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ നാട് വിട്ടു പോയവരൊക്കെ എങ്ങനെ തിരിച്ചു വന്ന് നാടിന് ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് മറ്റു പല ബിസിനസ് നേതാക്കന്മാരും കാണിച്ചു തന്നതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് ഇവിടെ പഠിച്ച് ഈ പാലാ സെൻറ് തോമസിൽ കോളേജിലും പാലാ സെൻറ് തോമസ് സ്കൂളിലുമൊക്കെ പഠിച്ച ഞങ്ങളിൽ ചിലരൊക്കെ അവിടെ പോയി കിട്ടിയ ബെനഫിറ്റുകൾ ഇവിടെയുള്ള നമ്മുടെ മക്കളിലേക്ക് എത്തിക്കാനായി കാണിക്കുന്ന ഒരു പരാക്രമമാണ് ഇത്. അത് നിങ്ങൾ തിരിച്ചറിയണം. അവിടെയാണ് സംസാരിക്കാനുള്ള കഴിവും സംസാരത്തിലൂടെ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ പല തലങ്ങളിൽ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള കഴിവും നിങ്ങളെയൊക്കെ നാളെ വിജയത്തിലേക്ക് എത്തിച്ചേർക്കാൻ പോകുന്നത്. അത് തെളിയിച്ചവരാണ് ഈ മുൻപിലിരിക്കുന്ന ഈ ജസ്റ്റിസുമാരും രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ പിതാവും MP-യും MLA-യും കോളേജ് പ്രൊഫസറും നമ്മുടെ സംവിധായകനുമൊക്കെ. ഇവർക്കൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഇവരെയൊക്കെ അവരുടെ ലെയറിൽ ഒരു മുകളിലേക്ക് കൊണ്ടുവന്നത്. സാധാരണയിൽ നിന്നും ഓർഡിനറിയിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറിയിലേക്ക് ഇവരെ കൊണ്ടുപോയത് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അത് മനസ്സിലാക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ നിങ്ങൾ ഭാഗഭാക്കായതിൻ്റെ മാഹാത്മ്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഇത്രയും പറഞ്ഞത് ഉള്ളിൽ കിടന്ന് കുറേ നാളുകൊണ്ട് രൂപപ്പെട്ട ചില ആത്മ സൂക്തങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് നിങ്ങളെ ബോധിപ്പിക്കാനാണ്.
ഒരു അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയിൽ നിന്നോ വിദേശത്ത് നിന്നോ ഞങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും ഇവിടെ വന്ന് ടൈമും മണിയും സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം ഇത് ഇനിയും ഒത്തിരി കൂടുതൽ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കും. സന്ധ്യ മാം ഇവാലുവേഷനിൽ പറഞ്ഞു 10 കൊല്ലം കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് എവിടെയായിരിക്കുമെന്നും അവരെ ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ വരും കാലങ്ങളിൽ വരുന്ന സീസണുകളിലും ഇതുപോലെയുള്ള വിശാലമായ മത്സരങ്ങളും ഓപ്പർച്യൂണിറ്റികളും മറ്റുള്ളവർക്ക് ഒരുക്കാനായി ഞങ്ങൾ ശ്രമിക്കും, പ്രതിജ്ഞാബദ്ധരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതത്തോടൊപ്പം ഒത്തിരിയേറെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഒരു മൊമെൻറ്റോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ആണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ മറ്റുള്ളവരോടുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡും ബന്ധങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഒരു നഷ്ടം തന്നെയാണ്. ഈ ഒരു പ്രോഗ്രാം തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സെലിബ്രേഷനാണ്. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ, ഞങ്ങൾ ആരെയും പൈസ കൊടുത്ത് ഇവിടെ ഒന്നിനും കൊണ്ടുവന്നില്ല. ഇവൻ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ബിജു പോലും എൻ്റെ ഫ്രണ്ടാണ്. ഈ കൂട്ടത്തിലുള്ള ഒത്തിരി ആളുകളുടെ ഫ്രണ്ട്ഷിപ്പുകളുടെ 10-30 കൊല്ലം മുമ്പ് തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പുകളുടെ വ്യക്തമായ ഒരു സംയോജനമാണ് ഇവിടെ നടന്നത്. അമേരിക്കയിലിരുന്ന് ഇവിടെ ഈ പ്രോഗ്രാമിന് ഏതാണ് ഒരു ചീഫ് ഗസ്റ്റ്, നന്നായിട്ട് സംസാരിക്കുന്ന, കുട്ടികളെ സ്നേഹിക്കുന്ന, എന്നാൽ തീവ്രമായ ഒരു വ്യക്തിത്വത്തിന് ഉടമ ആരാണ് എന്ന് ചിന്തിച്ചപ്പോൾ പാലായിൽ ഒരു ഫ്രണ്ട് ഓർമ്മ വന്നു. അഡ്വക്കേറ്റ് ജയ് എൻ്റെ സീനിയറാണ്. ആ അഡ്വക്കേറ്റ് ജയിൽ മറ്റൊരു ഫ്രണ്ട് വഴി അഡ്വക്കേറ്റ് മൻസൂർ വഴി എത്തിച്ചേർന്നു. ആ എത്തിച്ചേരൽ ഞങ്ങളെ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിലാണ്. സാറിന് നോ പറയാൻ പറ്റാത്ത ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ആ സ്നേഹബന്ധം അവിടെ വർക്ക് ചെയ്തു എന്ന് ഞാനൊരു അത്ഭുതം പോലെ കരുതുന്നു. സാറ് നോ പറഞ്ഞില്ല. സാറ് നോ പറയാത്തതിൻ്റെ ഒരു വലിയ കാരണം കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലുമാണ്. നിരവധിയായ യൂട്യൂബ് പ്രസംഗങ്ങളിൽ സാറിന് കുട്ടികളോടുള്ള അദമ്യമായ ആഗ്രഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തീവ്രമായി അറിയാമായിരുന്നു. പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു, കണ്ടെത്തി. സാറ് വന്നു. താങ്ക് യു സാർ, ആൻഡ് വി വെൽക്കം യു ടു ദിസ് ഓണറബിൾ സ്റ്റേജ്. താങ്ക് യു. ഈ അന്വേഷണങ്ങൾ കഴിഞ്ഞ, ഞാൻ പറഞ്ഞല്ലോ 4-5 മാസമായിട്ട് തുടരുകയായിരുന്നെന്ന്. ഇന്നിവിടെ ഈ സമ്മാനം കൊടുക്കുമ്പോൾ ചുമ്മാ സമ്മാനം അങ്ങ് കൊടുക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഇവിടെ 1st, 2nd, 3rd ടോപ്പ് പ്രൈസ് ട്രോഫികൾ വന്നിട്ടില്ല. അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് കുട്ടികളുടെ പടം വെച്ച് പേരെഴുതി ഇപ്പം ഇവിടെ എത്തും. എല്ലാം അല്പം വലുപ്പത്തിൽ ചെയ്യണം, ലാർജ് സ്കെയിലിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ വലുതായിരിക്കും, ട്രോഫികൾ വലുതായിരിക്കും. ഇന്ന് കേരളത്തിൽ ഇത്രയും വലിയ സമ്മാനത്തുക കൊടുക്കുന്ന മറ്റൊരു പ്രസംഗ മത്സരം ഇല്ല. അതാണ് ഓർമ്മ ഇൻ്റർനാഷണൽ മത്സരത്തിൻ്റെ മാഹാത്മ്യം. വെറുമൊരു ചെറിയ പ്രൈസ് മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു പ്രോജക്റ്റ്, അതിനെ വളർത്തി വലുതാക്കി എന്നോടൊപ്പം പ്രവർത്തിച്ച ഒത്തിരിയേറെ ആളുകൾ, പ്രത്യേകിച്ചും ജഡ്ജായിരുന്ന ജോസ് കുന്നേൽ പോലെയുള്ള ഒത്തിരി ആളുകൾ, അവരുടെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾ ഇവിടെ കണ്ടു കാണും. ഇവരെല്ലാം അമേരിക്കൻ മലയാളികളാണ്. ഇവരെല്ലാം പൈസ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ റെഡിയാണ്. ഞങ്ങൾ വഴി ഒരുക്കണം. ആ വഴിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അവരിനിയും ചെയ്യും. അപ്പോൾ ഈ സമ്മാനങ്ങൾ ഏറ്റവും ഭംഗിയായി അത് പ്രസൻറ്റ് ചെയ്യുകയും അത് ആ ഒരു സർപ്രൈസ് അനാവരണം ചെയ്ത് ഈ കുട്ടികളിൽ എത്തിക്കാനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തത് കലയും സാഹിത്യവും സംഭാഷണവും, എന്നാൽ നമ്മുടെ കണ്ണുകളെ ഈറനണിയിക്കുകയും ചെയ്തിരുന്ന ഒരു സിനിമാ സംവിധായകനെ തന്നെയാണ്. അത് നമ്മുടെ സിബി മലയിൽ സാറാണ്. സാറിനെ ഞങ്ങൾ ഇഷ്ടം പോലെ സംവിധായകരുണ്ട്. പലരും പലരുടെയും പേരുകൾ പറഞ്ഞു. ഈസിയായിട്ട് നമുക്ക് പുതിയ തലമുറയിലുള്ള സംവിധായകരെയൊക്കെ കിട്ടും. പക്ഷേ ഇരുത്തം വന്ന സംവിധാന കലയെന്ന് പറയുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സാറിൻ്റെ സിനിമകളിലും സാറിൻ്റെ സംസാരത്തിലും ആറ്റിറ്റ്യൂഡിലുമൊക്കെ ആ കമ്മ്യൂണിക്കേഷൻ്റെ ആധികാരികത ഞങ്ങൾ കണ്ടു. അവിടെയും ഫ്രണ്ട്ഷിപ്പ് വർക്ക് ചെയ്തു. സാറിൻ്റെ കസിൻ
എൻ്റെ ഫ്രണ്ട് സോമി അവിടെയും ഹെൽപ്പ് ചെയ്തു. ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ, 30 വർഷം മുമ്പുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളിച്ചു. അത് വർക്ക് ചെയ്തു. ഇതാ സിബി മലയിൽ സാറ് നേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുക, നിങ്ങൾ പലരും ആദ്യമായിട്ട് കാണുമായിരിക്കും. സാർ ഇവിടെ എത്തിയിരിക്കുന്നു. സാറാണ് നിങ്ങളുടെ പ്രൈസുകൾ അനാവരണം ചെയ്ത് ആരാണ് വിന്നർ, ആരും പരാജയപ്പെടുന്നില്ല, ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് പറയാൻ പോകുന്നത്. സിബി മലയിൽ സാറിനെ സ്നേഹത്തോടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നേരത്തെ തീരുമാനിച്ച പ്രോഗ്രാമിൽ ഉള്ള 2 വ്യക്തികൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റായിരുന്ന റോഷി അഗസ്റ്റിൻ, അദ്ദേഹത്തിന് ചില ദേഹാസ്വസ്ഥവും ശാരീരിക പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റിൽ കീനോട്ട് അഡ്രസ്സായി നൽകി സംസാരിക്കാൻ എഗ്രി ചെയ്തിരുന്നത് ജ്യോതിസ് മോഹൻ IRS ആണ്. അദ്ദേഹം ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷണറാണ്. ആ സ്ഥാനം വെച്ചുകൊണ്ടല്ല അദ്ദേഹത്തെ നമ്മൾ ഇതിലേക്ക് സെലക്ട് ചെയ്തത്, മറിച്ചോ അദ്ദേഹം മലയാളത്തിൽ എങ്ങനെ IAS എഴുതി പാസ്സാകാം, സിവിൽ സർവീസ് രംഗത്ത് നമ്മുടെ കുട്ടികൾ എങ്ങനെ തിളങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കുകയും ബുക്ക് എഴുതുകയും ഒക്കെ ചെയ്ത് നല്ല ഒരു കമ്മ്യൂണിക്കേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹം 3 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റിൽ അദ്ദേഹം ജോയിൻ ചെയ്യും. ഇനി ചെറുപ്പം മുതൽ ഞാൻ നാട്ടിലായിരുന്നപ്പോൾ കണ്ട് വളർന്ന 3 വ്യക്തിത്വങ്ങളെയാണ് എനിക്ക് വേദിയിലേക്ക് ക്ഷണിക്കാനുള്ളത്. ഒന്ന് നമ്മുടെ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ പാലാ അൽഫോൻസ കോളേജിൽ പഠിപ്പിക്കുകയും പിന്നീട് അരുവിത്തറ കോളേജിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും എൻ്റെ പിതാവ് അൽഫോൻസ കോളേജിലെ ഒരു സ്റ്റാഫ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യം കാണിച്ചിരുന്നു. ആ ഒരു ബന്ധം അവിടെയും നിലനിന്നിരുന്നു. മറ്റു പല സുഹൃത്തുക്കളും അതിലിടപെട്ടു. പിതാവ് ഇവിടെ വന്നു. പിതാവ് ഇപ്പോൾ ഷംസാദാബാദ് രൂപതയുടെ പിതാവായി നമ്മുടെ ഇടയിൽ അജപാലന ധർമ്മം നിർവഹിക്കുകയാണ്. പിതാവിനെ വളരെ സ്നേഹത്തോടെ, അതിലേറെ ഒരു അടുപ്പത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിലേക്ക് എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ MP ആണ്, ജോസ് കെ മാണി. പല സെൻറ് തോമസ് കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതൽ പ്രസംഗങ്ങൾ പലരുടെയും നിങ്ങളുടെയൊക്കെ ജോസ് കെ മാണി സാറിൻ്റെ ഫാദറിൻ്റെയും ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ എൻ്റെ തൊട്ട് മുമ്പ് ഈ കോളേജിൽ ചെയർമാനായ ആളാണ്. അദ്ദേഹവുമായിട്ടൊരു വ്യക്തിബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗങ്ങൾ ഇവിടെ ഈ കവലകളിൽ എത്രയോ പ്രാവശ്യം കേട്ടതാണ്. പ്രസംഗം എന്ന കലയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, ഞാൻ 2 പേരോട് ഒരുമിച്ച് പറയാം, MPയും MLAയും പാലായുടെ പൊന്നാണ് നിങ്ങൾ. കാരണം നമ്മുടെ പാലായെ മറ്റ് സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല മുഖച്ഛായയോടുകൂടി അവതരിപ്പിക്കുന്ന, എപ്പോഴും പാല എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 പേരുടെയും പേര് ഞങ്ങളുടെ മനസ്സുകളിൽ, വിദേശ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും വരും. മാനസി കാപ്പൻ സാർ അമേരിക്കയിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനും കാണാനും ഒക്കെ അവസരം കിട്ടി. പല ബന്ധങ്ങൾ ഇതിനിടയിലുണ്ട്. ഈ 2 പേരും രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയുമ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് സ്പീക്കിംഗ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയക്കാരുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, വളർന്നു വരുമെന്നും. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ പ്രിയ MP ജോസ് കെ മാണിയെയും അതോടൊപ്പം തന്നെ നമ്മുടെ MLA മാനസി കാപ്പൻ സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി നമ്മൾ ജഡ്ജസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട്, ഈ ജഡ്ജസ് 6 പേരും രാവിലെ ഇവൻ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളോട് വ്യക്തമായി സംസാരിച്ചു, അവരുടെ ഇവാലുവേഷൻസ് പറഞ്ഞു. ഈ 6 ജഡ്ജസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജിങ് ബോർഡിൻ്റെ ചെയർമാനായി പ്രവർത്തിച്ച ഡോക്ടർ ജസ്റ്റിസ് നാരായണക്കുറുപ്പിനെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി B സന്ധ്യ IPSനെയുമാണ്. നിങ്ങൾ 2 പേരുടെ 6 ജഡ്ജസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വേദിയിലിരിക്കുക. അവരുടെ ആശംസാ പ്രസംഗങ്ങളും ഇവാലുവേഷനും നാം നേരത്തെ കേട്ടതാണ്. ഇനി നമുക്ക് ഗസ്റ്റായിട്ട് വേദിയിൽ എത്തിച്ചേരേണ്ടത് നമ്മുടെ പാലാ നഗരസഭയുടെ അധ്യക്ഷ ജോസിൻ ബിനോയാണ്.
അവരും എത്രയും വേഗം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വരുന്നതിനനുസരിച്ച് നമ്മൾ ഇവൻറ്റിലേക്ക് കടക്കും. എന്നിൽ നിശബ്ദമായ കർത്തവ്യം അല്പം നീളത്തിൽ അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വളരെ പ്ലാൻ ചെയ്ത് അതോടൊപ്പം തന്നെ വളരെ പ്ലാൻ ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വേദിയിൽ മിസ് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. എന്താണ് ആ എലമെൻ്റ് എന്ന് നിങ്ങൾക്ക് പറയാമോ ആർക്കെങ്കിലും? അവിടെ ഉള്ള ഒരു വലിയ എലമെൻ്റ്, ഞങ്ങൾ ഓർമ്മയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരും അവിടെ ഇല്ല അല്ലേ? ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യുന്നിടത്താണ് വിദേശവും സ്വദേശവും തമ്മിലുള്ള ഒരു മെർജിങ്ങും ഫ്രണ്ട്ഷിപ്പും അതിൻ്റെ ബെനഫിഷ്യറീസ് ഇവിടെയുള്ളവരും അവിടെയുള്ളവർ ഇങ്ങോട്ട് സഹായിക്കുന്നു, ഇവിടെയുള്ളവർ സഹായിക്കുന്നു. സോ ഐ ആം ഗോയിങ് ടു ഇൻവൈറ്റ്, എൻ്റെ പിറകിൽ എനിക്ക് പ്രേരക ശക്തിയായി ഈ ചെറിയ പ്രസ്ഥാനത്തെ പല രാജ്യങ്ങളിൽ ചാപ്റ്ററുകളുള്ള, കേരളത്തിൽ ചാപ്റ്ററുകളുള്ള, ഇന്ന് നിങ്ങളുടെയൊക്കെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ തക്ക വിധത്തിൽ പ്രാപ്തരാക്കിയ രണ്ട് വ്യക്തികളെയാണ്. 2009 ഈ സംഘടന ഫിലാഡൽഫിയയിൽ തുടങ്ങിയത്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഘടനയുടെ ഇൻ്റർനാഷണൽ ചെയർമാൻ ശ്രീ ജോസ് ആറ്റുപുറത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓർമ്മ ഇൻ്റർനാഷണലിൻ്റെ പ്രസിഡന്റ് ജോർജ് നടവയൽ, അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ പാലാ നഗരസഭാ അധ്യക്ഷ ജോസിൻ ബിനോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം പറയുന്നു. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ലിസ്റ്റ് പൂർണ്ണമായി. ഇനി പ്രോഗ്രാമുകൾ മുൻപോട്ട് പോവുകയാണ്. 4:30 നമ്മൾ ചടങ്ങുകൾ തീർക്കും. കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുക എന്ന വലിയ ഒരു ദൗത്യമാണ് ഇവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇവിടെ വരുന്നതിന് മുൻപ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിനോട് അല്പം പേഴ്സണലായിട്ട് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ ഒറ്റ കാര്യമോ സാറിനോട് പറഞ്ഞുള്ളൂ. സാറേ, ഞങ്ങളുടെ 26 കുട്ടികളും ട്രോഫി പിടിച്ചുകൊണ്ട് സാറിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണം. സാർ അതിനൊന്ന് വെയിറ്റ് ചെയ്യണം. അത് ഞാൻ പറയാൻ കാരണം എനിക്ക് ആ ഫോട്ടോയിൽ വരാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ 26 പേര് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആ ഫോട്ടോ മറക്കില്ല. ആ ഒരു മൊമെൻ്റ് നമുക്ക് കിട്ടും. ഇവരെല്ലാം അതിന് സഹകരിക്കുമെന്ന ഒരു സ്നേഹത്തോടെയുള്ളൊരു സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം ഇതിൽ സഹകരിച്ച് എല്ലാവർക്കുമുള്ള ഒരു നന്ദിയുടെ വാക്കുകൂടെ ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ. Thank you, sir. And it's my pleasure to invite the President of Orma International, Mr. George Nadavayal, for the presidential address. പ്രിയമുള്ളവരെ, നിത്യ പരിണാമിത ജീവിതത്തിൻ്റെ അന്തസത്ത നിത്യവും അത് പരിണമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ പാലായുടെ മാധുര്യം, അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം പോലെ അതിതീക്ഷ്ണമാണ്, അതിസൗമ്യമാണ് എന്നുള്ള ഒരു ഓർമ്മ. പാല കേരളത്തിൻ്റെയും ഇന്നത്തെ ലോകത്തിൻ്റെയും നിർണായക ശക്തിയായി വളർന്നിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവരുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്നത്. പാല നാരായണൻ നായരാണ് കേരളം ഭാവിയിൽ എന്തായിരിക്കുമെന്ന് ദീർഘദർശനം ചെയ്ത മഹാകവി. ആ ഒരു വസ്തുതയും നാം കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ ഓവർസീസ് റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ ഇൻ്റർനാഷണൽ, ഓർമ്മ ഇൻ്റർനാഷണൽ. ഓർമ്മ എന്ന വാക്ക് അനവധി 1000 തവണയാണ് മലയാള ചലച്ചിത്ര ഗാന വരികളിലെല്ലാം നിറഞ്ഞ് കാവ്യഭംഗിയോടുകൂടി തുളുമ്പിയിട്ടുള്ളത്. പ്രേമാതുരമായി, പ്രണയാതുരമായി, തീക്ഷ്ണ നൊമ്പരത്തെ ആവിഷ്കരിച്ചും അല്ലാതെയുമൊക്കെ മലയാള ചലച്ചിത്ര കാവ്യ മേഖലയിൽ ഓർമ്മ എന്ന പദം നീരാടുന്നുണ്ട്.
ഓർമ്മ എന്ന പദം ക്രൈസ്തവീയ ജീവിതത്തിൻ്റെയും ഹൈന്ദവീയ ജീവിതത്തിൻ്റെയും ഇസ്ലാമിക ജീവിതത്തിൻ്റെയും ബൗദ്ധ മത ജീവിതത്തിൻ്റെയും എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓർമ്മ എന്ന ആ ദൈവിക വരം നഷ്ടപ്പെടുമ്പോൾ ഡിമെൻഷ്യ എന്ന രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയും നാം ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓർമ്മയുടെ മാധുര്യവും പ്രാധാന്യവും ജീവിതത്തിൽ നാം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. മറ്റൊരു ചിത്രം ആസാദി കി അമൃത മഹോത്സവ് എന്ന മട്ടിൽ, എന്ന രീതിയിൽ, എന്ന ശക്തിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം ആഘോഷിച്ച് 76-ാമത്തെ വാർഷികത്തിലേക്ക് കടക്കുന്ന സുന്ദര മുഹൂർത്തം. ഇത്തരം പശ്ചാത്തലങ്ങളെയെല്ലാം അടുക്കി നിർത്തുമ്പോഴാണ് ഓർമ്മയുടെ പ്രസക്തി ഉണ്ടാവുന്നത്, ലോക മലയാളികളുടെ പ്രസക്തി വർദ്ധിതമാകുന്നത്. ലോക മലയാളികൾ ശക്തന്മാരായി, ജനോപകാരികളായി, പരോപകാരികളായി മാറണമെങ്കിൽ വരുന്ന തലമുറ ആ അന്തസത്തയെ ഉൾക്കൊള്ളണം. ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച് പരിതപിക്കുകയല്ല വേണ്ടത്. ബ്രെയിൻ ഡ്രെയിൻ അൾട്ടിമേറ്റ്ലി ഒരു ബ്രെയിൻ ഗെയിനാക്കി മാറ്റേണ്ട സൂത്രവാക്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. അതിന് വാഗ്മിത്വം, വിധം ച സാരം ച വജോഹി വാഗ്മിത ആർജിക്കുന്ന ഒരു നല്ല നേതൃനിര നമ്മുടെ ഈ ഡയസിലിരിക്കുന്ന നേതൃനിരയെ പോലെ തന്നെ അതിപ്രഗത്ഭമായ രീതിയിൽ വളർന്നു വരണം. അതിന് അമേരിക്കൻ മലയാളികൾക്ക് വളരെ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളെയെല്ലാം മുൻനിർത്തിയാണ് ഓർമ്മ ഇൻ്റർനാഷണൽ അതിൻ്റെ വിവിധ ഫോറങ്ങളിലൂടെ 2009 മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു മധുരകരമായ പൂവിടലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പുണ്യ മുഹൂർത്തത്തിന് അലങ്കാരം ചാർത്തുന്നതിനും ശക്തി പകരുന്നതിനും മുന്നോട്ടുള്ള കുതിപ്പിന് ആക്കം പകരുന്നതിനുമെല്ലാം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓർമ്മയോടെ പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾക്കും കുട്ടികൾക്കും പ്രസംഗ പാഠവും തെളിയിച്ചിരിക്കുന്നവർക്കും അവരുടെ ഗുരുക്കന്മാർക്കും ഈ നേതാക്കന്മാർക്കും നീതിന്യായ പീഠത്തിൻ്റെ ഔന്നത്യമാർജിച്ചിരിക്കുന്ന സാരഥികൾക്കുമെല്ലാം ഓർമ്മയുടെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. Thank you, sir. So next we are moving to our inaugural ceremony. So for that, I much respectfully invite the Honorable Justice Mr. Devan Ramachandran. Before that, I profoundly delighted to take an opportunity to introduce our chief guest, Devan Ramachandran. He started practicing as an advocate in 1991. He practiced in various modern branches of law, including corporate, company, and constitutional matters. He was designated as a senior advocate by the High Court of Kerala in 2015. The Indian Express given a title for Mr. Justice Devan Ramachandran as a newsmaker in 2019 for his judgments that impacted public life. So I consider it's a great honor to invite our chief guest of today's program, Sri Devan Ramachandran, Honorable Justice, Kerala High Court. So ladies and gentlemen, put your hands together and welcome the chief guest of today, Mr. Devan Ramachandran. So I respectfully inviting you for the lamp lighting ceremony. So നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ സാറ് മാത്രമാണ് തിരി കൊളുത്തുന്നത്. സോ എല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് നിന്ന് ഇനാഗുറൽ സെറമണിയിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്. സോ നമ്മളെല്ലാവരും പ്രതിനിധീകരിച്ചാണ് സാറ് ആണ് തിരി കൊളുത്തുന്നത്. നമ്മുടെ ടൈം കൺസ്ട്രെയിൻസ് മൂലമാണ്. സോ നല്ലൊരു കയ്യടി കൊടുക്കാം.
ഇന്ന് കൊളുത്തിയ ഒരു തിരി ഓർമ്മയുടെ എക്കാലത്തെയും ഒരു ഓർമ്മയായിട്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഗുഡ് ഈവനിങ്. ഓർമ്മ ഓവർസീസ് റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ സംഘടന. ഏകദേശം ഒരു വർഷം മുമ്പ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-നോടനുബന്ധിച്ച് തുടങ്ങിയ ഈ യാത്രയുടെ പരിസമാപ്തി ഇന്ന് ഇത്തരത്തിലുള്ള പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങിൽ ഇവിടെ നടത്തപ്പെടുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തെ മുന്നിൽ നിർത്തി കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി ഈ ഓഗസ്റ്റിൽ 15-ാം തീയതിയോടനുബന്ധിച്ച് അവസാനിപ്പിക്കാനായി പ്ലാൻ ചെയ്ത ഈ പ്രോഗ്രാം ഞങ്ങൾ കേരളത്തിലെ കുട്ടികളിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഫൈനൽ റൗണ്ട് മത്സരം സ്റ്റേജിൽ നടത്താൻ പറ്റുമെന്നോ നിങ്ങളെപ്പോലെയൊക്കെയുള്ള വിശിഷ്ട അതിഥികളെ ഇവിടെ എത്തിച്ച് ഞങ്ങളിലേക്ക് വന്നു ചേർന്ന ഈ കുട്ടികൾക്ക് അവർക്ക് ജീവിതത്തിൽ മറക്കാനാവാത്ത അവരുടെ ഓർമ്മച്ചെപ്പിൽ ഒരു നല്ല ഓർമ്മയായി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങളുടെ ലക്ഷ്യം. അതായിരുന്നു ഞങ്ങളുടെ മനോവീര്യം. 500ഓളം കുട്ടികൾ ആദ്യ റൗണ്ടിൽ അവരുടെ പ്രസംഗങ്ങൾ ഞങ്ങൾക്ക് വീഡിയോയിൽ അയച്ചു തന്നു. ആ പ്രസംഗങ്ങൾ എല്ലാം കണ്ട് ഒബ്സർവ് ചെയ്ത് ഗ്രേഡ് ചെയ്ത് അതിൽ നിന്ന് 50 കുട്ടികളെ 2ാം റൗണ്ടിലേക്ക് സെലക്ട് ചെയ്തു. 25 പേര് ഇംഗ്ലീഷിലും 25 പേര് മലയാളത്തിലും. ആ 50 കുട്ടികൾക്ക് ഏകദേശം 4 മാസത്തോളം നീണ്ടു നിന്ന വ്യത്യസ്തങ്ങളായ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമൊക്കെയായി നടത്തി അവരുടെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ച് അതിനെല്ലാം കറക്ഷൻ പറഞ്ഞ് അവരെ മോൾഡ് ചെയ്ത് ഒരു ഫൈനൽ റൗണ്ടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 50 കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചു, കേരളത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു ഓൺ സൈറ്റ് പ്രോഗ്രാം, ഓൺ സ്റ്റേജ് പ്രോഗ്രാം നടത്തിയാൽ നിങ്ങൾ വരുമോ ഇല്ലയോ എന്ന്. 50-ൽ 49 കുട്ടികളും അവരുടെ മാതാപിതാക്കളും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വരും സാറേ. ആ ഒരു മൊമെന്റ് ഈ ഒരു യാത്രയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ആ എത്തിച്ചേരൽ ഞങ്ങളെ എത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനിലാണ്. സാറിന് നോ പറയാൻ പറ്റാത്ത ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ ആ സ്നേഹബന്ധം അവിടെ വർക്ക് ചെയ്തു എന്ന് ഞാനൊരു അത്ഭുതം പോലെ കരുതുന്നു. സാറ് നോ പറഞ്ഞില്ല. സാറ് നോ പറയാത്തതിൻ്റെ ഒരു വലിയ കാരണം കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും വാത്സല്യവും കരുതലുമാണ്. പ്രാർത്ഥിച്ചു, അന്വേഷിച്ചു, കണ്ടെത്തി സാറ് വന്നു. താങ്ക് യു സാർ, ആൻഡ് വി വെൽക്കം യു ടു ദിസ് ഓണറബിൾ സ്റ്റേജ്. താങ്ക് യു. So I consider it's a great honor to invite our chief guest of today's program, Sri Devan Ramachandran, Honorable Justice, Kerala High Court. So ladies and gentlemen, put your hands together and welcome the chief guest of today, Mr. Devan Ramachandran. So I respectfully inviting you for the lamp lighting ceremony. സോ നല്ലൊരു കയ്യടി കൊടുക്കാം. ഇന്ന് കൊളുത്തിയ ഒരു തിരി ഓർമ്മയുടെ എക്കാലത്തെയും ഒരു ഓർമ്മയായിട്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ സ്പർശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. Thank you so much for this opportunity. It's a great honor. Joseph പറഞ്ഞതുപോലെ, when I was invited, I did not say no because I was told that I'm getting the opportunity of meeting the finest of orators among the students. That's an opportunity I couldn't say no to.
ജസ്റ്റിസ് നാണക്കുറുപ്പ് സാറിനോടും സന്ധ്യയോടും എൻ്റെ ഇന്നത്തെ സ്പീച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. ഐ വിൽ ഫെയിൽ. I have no doubt about it. Because you have possibly seen the best of talent already. So please don't judge me. Kuttugale, I'm not able to see them clearly, but I believe they are the front sitters, all of you. Very nice. They are both the orators in Malayalam and English. So I'll try and keep switching over from the language as I find it convenient. The oratory you have all heard. It's always very commonly said also. They say oratory is an art. But then when you are asked to speak, it's really an invitation to express yourself with that power of expression that you have to garner as you go along. Now, ജോസെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഐ വിൽ ഡിസ്ക്ലോസ് സംതിങ് വിച്ച് ഈസ് വെരി പേഴ്സണൽ ടു മീ വെൻ ഐ വാസ് എ സ്കൂൾ സ്റ്റുഡൻറ്റ്. ഐ വാസ് ദി ഫസ്റ്റ് ബാച്ച് ഓഫ് എ സ്കൂൾ കോൾ ദ ഭാരതീയ വിദ്യാഭവൻ ഇൻ എളമക്കര, എറണാകുളം. ഇറ്റ്സ് ആക്ച്വലി പാർട്ട് ഓഫ് ദി ഭാരതീയ വിദ്യാഭവൻ ഗ്രൂപ്പ്. അവിടെ വി ഹാഡ് എ വൈസ് പ്രിൻസിപ്പൽ, നെടുങ്ങാടി സർ. ഐ വിൽ നെവർ ഫർഗെറ്റ് ഹിം. He used to teach in Nigeria and then he came back to India to join the Bhavans. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ വി ഹാവ് ദീസ് സ്കൂൾ അസംബ്ലി ആസ് യു ഹവ് ഓൾ ഹാഡ്. ഈ നെടുങ്ങാടി സാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഹി വിൽ ജസ്റ്റ് പിക്ക് എ സ്റ്റുഡൻറ്റ് ഫ്രം ദി അസംബ്ലി. ഈസ് എ വെരി സ്റ്റേൺ മാൻ വിത്ത് എ ഗ്ലാസ് ആൻഡ് ഓൾ ദാറ്റ്. ഹി ജസ്റ്റ് സേ ബോയ് ഓർ ഗേൾ കം ഹിയർ. സ്റ്റേജിലേക്ക് വിളിക്കും. ദർ ഇസ് എ മൈക്ക് ലൈക്ക് ദിസ്. And then you are asked to speak on something of relevance, particularly something that happened on that day which is available in the papers. ആദ്യമൊക്കെ നമ്മൾ പോയി നിൽക്കും, അദ്ദേഹത്തിനോട് വളരെ സങ്കടപരമായിട്ട് നോക്കും, സാറേ ഞാനൊന്ന് പൊക്കോട്ടെ, ഐ ഹാവ് നോ ഐഡിയ വാട്ട് ടു സ്പീക്ക്. നമുക്ക് വേർഡുകൾ കിട്ടില്ല. ദർ ഇസ് absolutely no way you can express anything. പേടി, ഭയം, all those factors that you've all gone through. But then it was a motivation to read the papers as we come to the school every day, because ആരെയാണ് അന്ന് വിളിക്കുക എന്നുള്ളത് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അദ്ദേഹം he will just look at the whole assembly and pick up somebody who is there. ഞാൻ അദ്ദേഹത്തിനൊരു ഫേവററ്റ് ഏതൊരു സിനിമയിൽ പറഞ്ഞില്ല, വേട്ട മൃഗമായിരുന്നു എന്ന് പറയുന്ന പോലെ, I used to be picked up very often. But then it's thanks to him that if I'm able to speak to you today, it is all thanks to that wonderful gentleman whom I revere as a teacher. But then I'm just trying to tell you this. നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് സയൻസ് അല്ല. ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ഇസ് വെരി ഓർ എക്ലെക്റ്റിക് ഓർ സംതിങ് ദാറ്റ് ഇസ് ബിയോണ്ട് ദി റീച്ച് ഓഫ് എനി വൺ ഓഫ് us who have average articulation. You see, just as you speak to your children, to your friends, നമ്മുടെ വൺ ടു വൺ നമ്മൾ സംസാരിക്കുമല്ലോ അല്ലേ? You talk to your friends, you tell them stories, recount your experiences. When do we do that? We are very relaxed, ചിരിച്ചും കളിച്ചും നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. But then when you meet a larger audience, why is it that you feel very turpid in expressing yourself? That's because we have the fear of failure. We have the fear of being judged. The fear of thinking that we will start humiliated if we don't rise to the expectations of the persons who hear you. But then please understand that we are all special. Every one of us are special. We are not better or worse than the other. We are all equal, really speaking. We really don't have to be worried about being judged when you speak or you articulate. And if you are able to remove that inhibition from your expression, then it becomes very easy for you. That's why I said oratory ഒരു ആർട്ടാന്ന് പറയുമ്പോൾ you would have probably heard the words. It's called rhetoric. Rhetoric is a use of expressions and language to then put forward your thoughts and your impressions. But ഒരു rhetoric മാത്രം പോരാ. When you talk about a public speaking, and this is something which I want you to understand very clearly. Whatever you may prepare, whatever you may be ready for, with all the language that you have, and language is very, very important. That's English ആയാലും ശരി, മലയാളം ആയാലും ശരി, which requires a large reading,
which requires a complete, impression about the general knowledge and all those things that happens around you. That is basically awareness. But with all the language that you have, ഏറ്റവും നല്ല ലാംഗ്വേജ് ഉള്ള ആൾക്കാർ നല്ല സ്പീക്കേഴ്സ് ആവണം എന്നില്ല. And in fact, if you look at the best speeches in the world, apart from having rhetoric, it has something, it is a magic element in അതിൽ. Have you ever seen that magic element? There is a magic element. Every day in this world, millions of speeches are being made. Millions of people are speaking. Why is it that we remember a very few speeches as being the master class? For example, Vivekanandande, this was also on a 9/11. I don't know if you're aware. The Chicago address of the World Religious Congregation was on 9/11. It was a 9/11 which had a very positive impact to the world, unlike the next 9/11. He started his speech by saying, "My sisters and brothers of America." This was something that the world had never heard until then. Believe me, the next day the press had screaming headlines that a Hindu sadhu from India addresses the Americans as sisters and brothers of America. That left such an indelible image and message about our culture. So, in master class aayittulla ella speechesilum there is a magic element to it. That is a capacity to appeal to the emotions of people that hear you. It is a capacity to kindle the chords of the heart. അപ്പോൾ നമ്മൾ എത്ര നല്ല സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് അത് ആർട്ടിക്കുലേറ്റ് ചെയ്ത് നമ്മൾ എഴുതി പ്രിപ്പയർ ചെയ്ത് വായിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ, if you are unable to touch the emotion and make a personal appeal to the sentiment, to the character of the audience, your speech will fall flat. Therefore, when you prepare your speech or you prepare to speak, as the case may be, it doesn't matter. You may be able to do it ad lib, as some of us are doing now, or you may be more convenient to read a prepared speech. There is no judgment on that. Either way, a good speech is a good speech. When you do that, please understand that you are to acquire that ability. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് it is just one person or two people or a few people whom you know. But when you're talking to an audience, the majority would not be persons whom you know, and you have no idea how they will react. What would be their reaction to the manner in which you are speaking? That makes you very scared, because you are now facing an uncertainty, something that has not been confronted by you. അപ്പോൾ അവിടെയാണ് നമുക്ക് ആ ഒരു സെൻസ് ഓഫ് ഫിയർ വരുന്നത്. പക്ഷെ അവിടെ if you are able to touch the mind by that space with the audience എന്ന് പറയുന്ന ഒരാൾ, and with the ability, anecdotes വഴിയാവാം, illustrations വഴിയാവാം. Just as I started my speech, I told you about my teacher. If you are able to do that, you will be able to touch hearts. And those speeches have always remarked to be the best speeches in the world. I'll just tell you, 1863 ആണ് എൻ്റെ ഓർമ്മ. The dates may be wrong. My memory is possibly fading, and thanks to my advancing age. നമ്മുടെ one of the most famous, നമ്മുടെ Abraham Lincoln's Gettysburg Address. I'm sure you all heard that. 7 years ago, our fathers fought to this continent a new nation, conceived in liberty, and based on the proposition that all men are equal. എന്തൊരു പവർഫുൾ poignant few words ആണ് ആലോചിച്ചു. And then a century later, Martin Luther King, he was trained to be a clergy. And the funniest thing is, I have a dream speech, the paragraph which starts, and repeatedly he says, I have a dream. He starts saying that I have a dream, that my children are in a nation in the future who are not judged by their color, by the center of their character. And he goes on and on with the repetitive, I have a dream. But that is only part of the last portion of that speech. It's a large speech actually. But the world remembers that last portion and then remembers Martin Luther King for that. He's immortalized because of that. And he mesmerized the world. Jawaharlal Nehru, I have a dream speech with destiny. It is etched in the memories of the world. It is not something that is just with the Indians. It is etched in the memories of the world. Look at
power that was there in that. It was not merely the words or the phrases that he used. Of course, tryst with destiny itself was a very novel way of putting things. But it was a manner in which he was able to speak, to seize the imagination of the people as a whole. And the power of articulation, the power of speech, where can you see that more than Hitler? Hitler was by far one of the finest orators this world has ever seen. Who else could have motivated his nation to do something as horrible as the Second World War? He had the charisma to take the people along with him. So this is where the art of public speaking is very, very important. The capacity to speak and the capacity to touch people. So as you go along, as you grow and you become world leaders and possibly the world citizens, please understand that what we are looking at is a phenomenon which is very, very uncommon. That magic dust that you throw into anything that you do. It's a power of expression. It's a power to carry people. It's a power to touch hearts. It's a power to kindle the heart chords. If you are able to master that, and it doesn't require a fanciful language or a flamboyance or a grandiloquence, you can really use the most simplest of phrases and language. But if you are then able to put across your expression to the audience effectively, they will say that you are the finest orators. I did not have the opportunity of hearing you, but I am told by the judging panel also. I asked Sandhya when I walked in, and I asked Justice Naranakurup also now, how they found the students to be. And they gave me possibly 90 out of 100 already. So you're all winners. I mean, all of you have done already very, very well. But then awards are given to a few because we are only judging them relatively. It is not an absolute an assessment of a quality. It is just that some of you may have done better today, but I'm sure the others will do better tomorrow. So award is not a real issue. It's the capacity to understand that you can accept failure also. In any competition, sometimes you feel that the manner of accepting failure is a real success. So, but as a failure, I'm saying that only a few of you can be judged to be the best among the lot. But that is only because you did well today, and not that you are relatively or absolutely better than the others. So the power of expression, the power of reading, the power of language is very important. English aikotte, Malayalam aikotte, can be any other language. Language is not really important. But the power to command it, the way you are able to express yourself, it's a power over the language that you master. I'm not saying that you must master only one language. Master multiple languages, because that is the way the human brain can function. It's a phenomenon that is beyond comprehension, human brain ennu parayunnu. You have so much of power within you that you have to simply understand where you have to go. Every day of yours must be one that is greater than yesterday. That is the importance of being a human being. As they say, the greatness of man is not that you have never fallen. It is that you have risen every time after you have fallen. So you have the capacity to do it. It is only the motivation and the encouragement that you require. I got the encouragement from the teacher I told you when I started my speech. I'm sure all of you have individual choices of preferences of motivation and encouragement. What we really require is to encourage you and to motivate you. Venue like this possibly is the best precursor to that we can show you. And this is exactly why I was so anxious to come and meet you today. This is not a day where I was completely free, but then I thought it is a great opportunity for me. And it also takes me back to my old days when I was in school, when I was sitting like this, and I've also sat like this in venues. I've also been judged, not that I've won too many times. I have won sometimes, yes, but not too many times. There were others better than me on that day. So it's a complete evolution. And then before I stop, please understand one thing. Art of oratory is distinct to every individual in this world. We may be 7 billion people in the world. But please understand that art of oratory, the art of speaking, is so distinct and individual to every single one of us that there are 7 billion ways of doing it. So there is no question of comparison. There is no question of emulation.
You can always be inspired and imbued. If you believe that a particular speech is good, you can always be inspired. But please understand, there is nothing that you can do to be exactly like another. And if you be like another, suppose you start speaking like Jawaharlal Nehru today, nobody is going to find you. It will possibly be mimicry. So you have an individual style that you have to develop. അത് ഓവർ ദി ഇയേഴ്സ് മാത്രമേ വരുള്ളൂ, ഓവർ എക്സ്പീരിയൻസ് മാത്രമേ വരുള്ളൂ. കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ്ലി ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മറ്റുള്ളവരല്ല. വി ഹാവ് ടു ജഡ്ജ് അവർ സെൽസ്. ദി ഇവാലുവേഷൻ സെൽഫ്. Every experience that you young people go through, every moment of your life, you may have fun, frolic, everything. There's nothing wrong in that. You must have also. But please understand that everything that you are experiencing today, be that here or anywhere else, with another. Please don't run with another. Please don't be in a race with another. Please be in a race with yourself. Pandaro paranjadupole, if you are in a rat race and you win it, you still become a rat. So you are not expected to be in a race. You don't care who is in front of you, you are adding value to yours on your sides. It doesn't matter. Adonnum oru important karyamalla. It is the manner in which you are able to adjudge yourself and then take you to the zenith of the pinnacle of the capacity that God or the providence has given you. But we are not in a race with another. We are in a race with ourselves. Please understand that. And when you are in a race with yourself for your life, it is not a case where you are in a race. Is a new day, because you understand that you have a new goal to reach. This is why I said the greatness of a man is to be greater the next day than he was before. Other obligation on. This is something which I tell every student, and possibly I may be now accused of saying the same thing in all my speeches. But then, please understand that we are all governed by the Constitution of India. Constitution of India is the highest law of the land. നമുക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷൻ അടിയിലല്ലാതെ ഒരു വിധത്തിലും ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല. We cannot be in contravention of it either. We have all heard of the fundamental rights, and generally ഞങ്ങൾ കോടതികളിൽ ഇരിക്കുന്ന സമയത്ത് every litigation starts by saying my right has been violated, give me the order to set it right, to repair it, or give me a reparatory order. But please understand that our constitution also has fundamental duties. They are all very important, but Article 51 capital A J is the most important. This is something I've been saying in all my speeches to students. That is the obligation. It is a duty. That's a choice alla. You can't say I will try. Anganalla. It is an obligation to be excellent. ഈ excellence എന്ന് പറയുന്നത്, it is not something which is in comparison. When I say that I want to be more excellent than you are, I am losing that opportunity to reach my excellence. So excellence എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കപ്പാസിറ്റിയാണ്. It is a capacity, it is the level to which we can rise, and this is not in comparison to the other. അപ്പോൾ Article 51 capital A J ന്റെ purpose എന്ന് പറയുന്നത്, if every citizen of India becomes excellent, then obviously the nation becomes excellent. There cannot be a better nation where all citizens strive to be excellent. Appo is strive to be excellent. This obligation to be excellent is something that is constitutionally engraved on each one of us now. Adutha generation adu manasilakkanam. Itrayakka madi, this is all that I am expected to do. No, please don't be that. Please understand that there are no limits. Adu girls aikotte, boys aikotte, there are no glass ceilings. There are no limits in your capacity or in your opportunities. As they say, a dream without an action is a daydream. And an action without a vision is a nightmare. So you have the capacity now, it is for you to now prepare yourself. Measure once and cut twice. So this is what I wanted to tell you today, and this possibly is the best that you can take away. It's a takeaway from all these experiences that you have. As I was saying, ഇതിനെ ഒരു ഫോർമാലിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് you take your award and say that, look, I have won and therefore I have achieved everything. That begins your downfall. It is where you understand that this is an experience that adds value to myself, and this is something that I have to carry with me for now my goal towards excellence. It then makes you a different person altogether. So the capacity to speak, the capacity to touch people, to articulate and to send across your message in a manner that the audience would accept and take it as their own. Adin avarude thought process ningal arnirikkanam. The manner of the opinions that they have, you should have a fair idea. And then you speak with the emotion and the personal appeal, which is very important. This is why നിങ്ങൾ ഡിബേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ debate and elocution everybody thinks is the same. It is not really.
Oratory is slightly different from debate, and there is a subtle difference. Debate, what is important is your intellectual capacity, the credibility of what you are now saying or what you are trying to push across. But intellectually, I mean, oratory, when your intellectual capacity is projected without an emotional appeal, it simply falls flat. But of course, you cannot brush aside reason also. So there is a manner of speaking when you are particularly speaking in a public venue. Because oratory, I don't know if you are aware, oratory generally divided into broadly three classes. One, legal, that is what people like me, Jay and all that do in court. It is a legal thing which Aristotle calls as forensic. The second is deliberative, that is what Aristotle said. It is actually political, which I'm sure the guests on the stage are very good at doing. And the third is ceremonial. This is three type of speeches. When you speak in a court or in a forensic or a legal sense, the method that you adopt is syllogistic, it is analytic and dialectical. You are able to then assess the position and then project the best assessment of that same. But when it comes to deliberative or political, you are then, you possibly a category of elocution, where you are touching the people you are talking to. People whom you are not accustomed to in the past. You have no idea what they think like that, but you are in a position to then, or you are asked to then project a particular kind of an impression on them, which you can do only if you are able to master that art of having an emotional touch and an emotional connect with the audience. I hope you are already equipped with that, and if you are, please keep on progressing on that. We have got an award, and we are good already in the Vijayarikkeru. This is only the beginning. You have a long way to go, and all of us, every one of us here, want to see you as world leaders. And it will be a privilege to hear you maybe in 10 or 15 years like this, when we sit in the audience and you occupy the dais and then mesmerize us with years of your dedication and commitment. Thank you very, very much. And congratulations to all the winners, and more congratulations to those who are not given an award today, but who will then be in a better position to deal with it in the years to come. Thank you so very much. Thank you. Thank you, sir. Thank you so much for your inspirational words, for honoring our chief guest, Justice Mr. Devan Ramachandran, sir. I invite Chairman of Orma International, Mr. Jose Atupuram. Ladies and gentlemen, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് നല്ലൊരു കയ്യടി കൊടുക്കാം. Thank you. So next we are moving to our keynote address sessions. For delivering the keynote address, respectfully, I invite Sri Jyotis Mohan IRS and joined the Revenue Service in 2010 after passing the Civil Service exam by writing in Malayalam. He is also known for humanitarian efforts, and he is also taking classes for those who are preparing for Civil Service exam, and also taking classes regarding how to write civil service exams in Malayalam. So with much respect, I invite Mr. Sri Jyotis Mohan IRS for delivering keynote address. Ladies and gentlemen, നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. All dignitaries on the dais and all the awardees, their parents, good evening to all. Actually, I am not well. My doctor was not allowing me to travel. Morning I had another program. കാപ്പഞ്ചേട്ടനും ഞാനും കൂടെ ഉണ്ടായിരുന്നൊരു പ്രോഗ്രാം രാവിലെ ഉണ്ടായിരുന്നു, സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വർഷത്തെ ബാച്ചിൻ്റെ ഉദ്ഘാടനം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡ് നോട്ട് മേക്ക് ഇറ്റ്. ജോർജ് കുട്ടി സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ചീത്ത പറയരുത്, കാരണം ഞാൻ അതിന് വരാതെ ഇതിന് വന്നു എന്ന് വിചാരിക്കും. ഞാൻ
ഉച്ചയായപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിനോട് ജോസിനോട് പറഞ്ഞു ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് എനിവേ, അങ്ങനെ ജസ്റ്റ് അതുകൊണ്ടാണ് ഞാനൊന്ന് പോകാൻ വേണ്ടിയിട്ട് സീനിയേഴ്സ് ഇവിടെ ഇരിക്കുന്നെങ്കിലും ഞാൻ 2 വാക്ക് പറഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇപ്പം ഞാൻ വേറെ വന്ന വഴിക്ക് ഒരു ചെറിയൊരു പ്രോഗ്രാം മാതൃഭൂമിയുടെ ഇതുപോലെ തന്നെ ഒരു ഓൾ കേരള വെക്കേഷൻ ചലഞ്ച് എന്നും പറഞ്ഞ അവരൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. വെക്കേഷൻ ടൈമിൽ കുറച്ചൊരു ക്വിസ് പ്രോഗ്രാം പോലെ. അപ്പോൾ അതിൽ വിന്നേഴ്സായിട്ടുള്ള 5 പേരെ ആദരിക്കുന്ന ഒരു ചടങ്ങും ഉണ്ടായിരുന്നു. ഇതും അതുപോലെ ഫസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് ദി ഇനിഷ്യേറ്റീവ് ബൈ ഓർമ. പ്രത്യേകിച്ച് ഇങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് എനിക്ക് തോന്നുന്നു രാമേന്ദ്രൻ സാറ് ഐ തിങ്ക് ഇതിനു മുമ്പും ഒരു വേദിയിൽ അദ്ദേഹത്തിനോടൊപ്പം സാറ് സംസാരിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നും സംസാരിക്കാൻ മിച്ചം ഉണ്ടാവാറില്ല. സാർ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, മലയാളത്തിലാണ് ഞാൻ മുഴുവൻ സിവിൽ സർവീസും എഴുതി പാസ്സായത്. എനിക്ക് ആ സമയത്ത് ഞാൻ ഈ പാലാ സെൻറ്റ് തോമസ് കോളേജിൽ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു ഗൃഹാതിരത്വം കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ അക്കാദമിയുടെ ഈ വർഷത്തെ ഇനാഗ്രേഷൻ ആയിരുന്നു രാവിലെ. അപ്പം മലയാളത്തിൽ ബട്ട് ഐ സ്റ്റഡീഡ് ഇൻ ആൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പം നവോദയ സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗവൺമെൻറ് റൺ സ്കൂളാണ്. ഞാൻ കോട്ടയം നവോദയ സ്കൂളിൽ 12ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സെൻറ്റ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് ശേഷം ഈ അക്കാദമി കാരണമാണ് സിവിൽ സർവീസിനെ കുറിച്ച് കേൾക്കുക ആ വഴിക്ക് വന്നതും. സിവിൽ സർവീസിൻ്റെ 3 ടയർ പ്രോസസ്സിൽ ഏറ്റവും പ്രിലിമിനറി, മെയിൻ, ഇൻ്റർവ്യൂ 3 തലത്തിലുള്ള പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പക്ഷെ അവിടെയാണ് നമ്മളൊരു 7-8 പേരുടെ മുൻപിൽ നമ്മൾ അപ്പിയർ ചെയ്തൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിരിക്കുക. പക്ഷെ അതിലും മേലെയാണ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു ക്രൗഡിനോട് സംസാരിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സദസ്സറിഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാരുണ്ട് മുമ്പിലിരിക്കുന്ന ആരാന്ന് ഒരു നോട്ടം ഉണ്ടാവില്ല. കുഞ്ഞുപിള്ളേരിരിക്കുന്ന സദസ്സിൽ പോയിട്ട് വലിയ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ വലിയ ആൾക്കാരിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെ സദസ്സറിഞ്ഞ് ഇപ്പം എനിക്ക് തോന്നുന്നു കൊറോണ സമയത്തൊക്കെ മാസ്കൊക്കെ ഇട്ടിരുന്നതുകൊണ്ട് ഇപ്പം പിന്നെ അത് പോയി. ഈ മാസ്ക് ഇടുമ്പോൾ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ മുമ്പിൽ ഇരിക്കുന്നവൻ്റെ വികാരം എന്താണെന്ന് മനസ്സിലാവില്ല. കരയുകയാണോ ചിരിക്കുകയാണോ എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ കത്തി കേട്ട് മുമ്പിലിരിക്കുന്നവൻ്റെ മുഖത്ത് വരുന്ന വികാരം എന്താണെന്ന് മനസ്സിലായാലേ നമുക്കിത് തുടരണോ നിർത്തി പോകണോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം പിന്നെ അതില്ലാത്തത് കൊണ്ട് ഒരുവിധം ഈ ഇരിക്കുന്ന ആൾക്കാരുടെ മുഖത്തെ വികാരങ്ങളനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പം കുട്ടികളുടെ ഒരു ലെവലിൽ സംസാരിക്കുന്നതും ഇപ്പം ഇവിടെ പൊളിറ്റീഷ്യൻസ് ഉണ്ട്, ഓണറബിൾ ജഡ്ജുണ്ട്, റിട്ടയർഡ് ജഡ്ജുണ്ട്, സന്ധ്യ മേഡത്തിനെ പോലെ റിട്ടയർഡ് പോലീസ് ഓഫീസറുണ്ട്. എനിക്ക് തോന്നുന്നു ഓരോ മേഖലയിലും അവർ അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ കാപ്പൻ ചേട്ടനോ ജോസ് കെ മാണി അദ്ദേഹം അവരെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്ന അവർ റെൻഡർ ചെയ്യുന്ന സ്റ്റൈലേ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനിത് പറയാൻ കാര്യം, നിങ്ങളിപ്പോൾ കുട്ടികൾ സ്പീച്ച് കോമ്പറ്റീഷനിൽ സമ്മാനമൊക്കെ വാങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ സാധാരണ സ്കൂളിലൊക്കെ ഒരു ടെക്നിക്കൽ സ്പീക്കിംഗ് ആയിരിക്കും. വന്നിട്ട് നിങ്ങൾ എൻ്റെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ, കടമ്പനിട്ട അദ്ദേഹത്തിൻ്റെ കവിതയിലെ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു മെക്കാനിക്കൽ സാധനമായിരിക്കും നമ്മൾ സംസാരിക്കുക. പക്ഷേ രാഷ്ട്രീയക്കാരായിട്ടുള്ള കാപ്പൻ ചേട്ടനോ ജോസ് കെ മാണിയോ അവരൊക്കെ സംസാരിക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവരുടെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം രാമേന്ദ്രൻ സാറ് സംസാരിക്കുന്ന ഓരോ ഇതിലും അവരുടെ ഓഡിയൻസ് വ്യത്യസ്തമായിരിക്കും. സന്ധ്യ മേഡം സംസാരിക്കുന്ന ഒരു ക്രൗഡ് വ്യത്യാസമായിരിക്കും. അപ്പം അങ്ങനെ ക്രൗഡ് ഏതാണോ അത് അറിഞ്ഞ് സംസാരിക്കുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ കാരണം ഇത് പറയാൻ കാര്യം, സ്കൂളിലെ ഒരു കോമ്പറ്റീഷനിലെ സ്പീച്ച് പോലെ ആയിരിക്കില്ല ഇനി നിങ്ങൾ അങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളൊരു പക്ഷേ എത്രയും പേരിൽ നിന്ന് കോമ്പറ്റീഷന് ശേഷം സാറ് പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ഇവിടെ വന്ന് സംസാരിച്ചവർ മാത്രമല്ല, അല്ലെങ്കിൽ സമ്മാനം കിട്ടിയവർ മാത്രമല്ല, കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചവരും ഈക്വലി അപ്രിസിയേഷൻ അർഹിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ നാളെ നിങ്ങളിലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് നിങ്ങൾ ആ കോമ്പറ്റീഷനിലൂടെ വെളിവാക്കിയത്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ
ആൾക്കാരുടെ മുമ്പിൽ വന്ന്, ഇതിന് പെൻഗ്വിൻ എഫക്റ്റ് എന്ന് പറയും. പലപ്പോഴും ഇപ്പോൾ ഇവിടെ പൊതുവേ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ആദ്യം ആർക്കെങ്കിലും എണീക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ പതിയെ എല്ലാവരും എണീക്കും. പക്ഷെ അങ്ങനെ എണീറ്റ് നിന്ന് ആ ക്രൗഡിനെ മൊത്തം അഡ്രസ്സ് ചെയ്ത് എൻ്റെ വാക്കുകൾ ഈ ക്രൗഡിനെ കൺവിൻസ് ചെയ്യുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റുന്ന ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ശരിക്കും സ്പീക്കിംഗ് സ്കിൽ എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി മുന്നോട്ട് ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുക. 1, നോ ദ ക്രൗഡ്. 2, ഫ്ലോ നഷ്ടപ്പെടുത്താതെ സംസാരിക്കുക. നമ്മൾ ഒരിടത്തുനിന്ന് തുടങ്ങി എവിടെല്ലാമോ പോയി, ഹിസ്റ്ററിയിൽ തുടങ്ങി ജോഗ്രഫി കയറി ഹിമാലയത്തിൽ പോയി തിരിച്ച് എവിടെ കേൾക്കുന്ന ആൾക്കാർ ലാസ്റ്റ് ഭ്രാന്താവും, ഇതെവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോ നമ്മളൊരു കണക്ഷൻ ഉണ്ടാവണം. എവിടെ സംസാരിച്ച് തുടങ്ങിയോ ഒരു കൺക്ലൂഷൻ, ഒരു ഇൻട്രഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. നമ്മളൊരു എസ്സേയിൽ എഴുതി അവതരിപ്പിക്കുന്നത് പോലെ ഒരു സ്പീക്കിങ്ങിനും അല്ലെ എന്താണോ ടോപ്പിക് അതിൽ പിന്നെ ക്ലിപ്തമായിട്ട്. ഇപ്പോൾ എനിക്ക് കീനോട്ട് അഡ്രസ്സിന് 10 മിനിറ്റെല്ലാം തന്നിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ സംസാരിക്കുകയുള്ളൂ. പക്ഷേ എന്നെ സുഹൃത്തുക്കൾ മൈക്ക് വിഴുങ്ങിന്നാണ് വിളിക്കുക. ഇപ്പോൾ ഇതുകൊണ്ട് മൈക്കൊക്കെ ഉണ്ട്. ഇവിടെ മുമ്പ് വന്നപ്പം എൻ്റെ അസുഖമൊക്കെ ഒരു സൈഡിലായി. പക്ഷേ ഇതിന് മുമ്പിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ആർജവമുണ്ടല്ലോ, അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ ഒരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. അവരൊക്കെ നിങ്ങൾ കേൾക്കണം. മൈക്കിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അവരുടെ ആ ഒരു ലീഡർഷിപ്പ് പെട്ടെന്ന് ഇതിൽ വരും. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് നല്ലതുണ്ടാവും, അതൊക്കെ സ്വീകരിക്കുക. അപ്പോൾ വൺസ് അഗെയിൻ നിങ്ങൾ ഇതിൽ ജയിച്ച ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും തരുന്നു. അതിനോടൊപ്പം ഇതിനു വേണ്ടി പ്രയത്നിച്ച, എന്നെ ക്ഷണിച്ചത് ശ്രീ ജോസാണ്. അതുപോലെ എനിക്കൊന്നൊരു ടീം, ഓർമ്മയുടെ ഒരു ടീം അതിനു വേണ്ടിയിട്ടെടുത്ത എഫേർട്ട് ഉണ്ടാവും. അത് വളരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള, കാരണം ഇന്നത്തെ കാലത്ത് യങ് ജനറേഷൻ ഇത് ഔട്ട് ഓഫ് ദ സിലബസ് ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്ഥിരമായിട്ടുള്ള സ്കൂളിലെ ഇതിൽ നിങ്ങൾ അസംബ്ലിയിൽ സ്റ്റേജിനെ അല്ലെങ്കിൽ ആ സ്കൂളിൽ തന്നെ കുട്ടികളെയൊക്കെ അഡ്രസ്സ് ചെയ്യണം. പക്ഷേ ഇത് ഒരു ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനെ ഇനിയും മികച്ച പ്ലാറ്റ്ഫോമിലേക്ക് പോകാനുള്ള അവസരങ്ങളുടെ ഒരു തുടക്കമാണിത്. അപ്പോൾ ഇത്തരം ഇനിഷ്യേറ്റീവുകളെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ഒരു സംഘടനയെ സംബന്ധിച്ച് എന്ത് വേണമെങ്കിലും ഇനിഷ്യേറ്റ് ചെയ്യാം. പക്ഷേ ഇത് ഒരു പക്ഷേ സാധാരണ ഇതിൽ നിന്നും ക്വിസ് കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഇതൊക്കെ സാധാരണ സംഘടിപ്പിക്കാൻ, പക്ഷേ സ്പീച്ച് കോമ്പറ്റീഷനുകൾ അത്ര കോമൺ അല്ല. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ബേസിക്കായിട്ടുള്ള ഇതിൻ്റെ കൂടെ പിന്നെ ഒന്നും കൂടെ ചേർത്ത് പറയണം, പേരൻസും കൂടി ഇരിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ഇതിൽ വന്ന് വേദിയിൽ സംസാരിക്കാൻ കാണിക്കുന്ന കുട്ടികളുടെ ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒന്നാണ് അത് പ്രധാനമായിട്ട്. അതിൻ്റെ കൂടെ ഇഫ് ദേ ആർ ഗോയിങ് ടു ബിക്കം ദ ലീഡേഴ്സ്, ഒരു കമ്പാഷനേറ്റ് ആണ് എന്നുള്ള ഉറപ്പും കൂടെ വരുത്തുക. കാരണം ഇന്നിപ്പോൾ ഈ വേദിയിലിരിക്കുന്നവരെ തന്നെ നോക്കിയാൽ മതി. ഇവരൊക്കെ സമൂഹത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇരുന്ന് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതം ഓരോ ദിവസവും അവരുടെ ഫയലിലെ ഒപ്പുകളിലൂടെയും ജഡ്ജ്മെൻറ്റുകളിലൂടെയും പല ജീവിതങ്ങളിൽ പറഞ്ഞാൽ അറിയിക്കാനാവാത്ത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ മക്കൾ, പേരൻസിനോട് ഞാൻ പറയണേ, ഇപ്പം ഞാനൊരു പേരൻറ്റുമാണ്, ഒരു മോനുമാണ്. ഇപ്പം ഞാൻ പോണത് എൻ്റെ അച്ഛൻ്റെ ചായക്കടയിലേക്കാണ്. ഞാൻ ഊണും കൂടെ കഴിച്ചിട്ടില്ല. നേരെ പോയിട്ട് അച്ഛൻ്റെ കടയിൽ പോയിട്ട് ചായ കുടിക്കും, അച്ഛൻ്റെ ഒരു പരിപ്പോടെയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. അതാണ് എൻ്റെ വീക്കെൻഡിലെ ഒരു റുട്ടീൻ. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ കുട്ടികളൊക്കെ നാളെ മന്ത്രിയാവാം, ജഡ്ജസ് ആവാം, IPS ഓഫീസേഴ്സ് ആവാം, IAS ഓഫീസേഴ്സ് ആവാം, IRS ഓഫീസേഴ്സ് ആവാം. പക്ഷെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പൊതുവേ പറയാറുള്ളൊരു കാര്യം, ഇന്നേ വരെ ഒരിടത്തും പേരൻസ് മക്കളെ രാഷ്ട്രീയക്കാരാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോയെന്ന് ചോദിച്ചാൽ ഇന്നേ വരെ കൈ പൊക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഒരിടത്തും കേട്ടിട്ടില്ല. അത് രാഷ്ട്രീയക്കാർ തന്നെ ഇരിക്കുന്ന വേദി പോലും ആരും കൈ പൊക്കിയിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ അതെന്താണെന്ന് ഞാനത് ഇവിടെ വിടുകയാണ്. എന്നാൽ പോലും ലീഡേഴ്സ് ആയാലും കമ്പാഷനേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക, എല്ലാവരോടും ഒരു സഹാനുഭൂതി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം അവരെത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ചെയ്തു തീർക്കാൻ കഴിയുന്നത് ഒരുപാടാണ്. അപ്പം മറ്റുള്ളവരോടൊരു സഹാനുഭൂതി അവർ വെക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത്. അതൊരു പക്ഷേ ഇങ്ങനത്തെ കരിക്കുലം ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കാം, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു സാധനം ഒരു പക്ഷേ വീട്ടിലെ ഒരു പെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ അവർ മിങ്കിൾ ചെയ്യുമ്പോഴോ ഒക്കെയാണ് അവരുടെ നിസ്സഹായ അവസ്ഥകൾ കണ്ടിട്ടൊരു ചെറിയ സഹതാപം, അനുതാപം അവർക്കുണ്ടാവണം. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ എത്ര വലിയ പൊസിഷനിൽ എത്തിയാലും ഈ ഒരു സാധനം ഉണ്ട് എന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയേക്കുക. അതും കൂടെ കുട്ടികളിൽ
ഒന്ന് ഇൻകൾക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നും കൂടെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ നിർത്തിപ്പോകുന്നത് എൻ്റെ ആരോഗ്യനില ഇത്തിരി മോശമായതുകൊണ്ടാണ്. മാത്രമല്ല എനിക്കിന്ന് വീട്ടിലേക്ക് എത്താൻ, വീട്ടിൽ ചെറിയൊരു ഫാമിലി ഫങ്ഷനും ഉണ്ട്. അപ്പം വേദിയിലിരിക്കുന്ന സീനിയേഴ്സിനോട് പെർമിഷൻ ചോദിച്ച് ഞാൻ തൽക്കാലത്തേക്ക് വേദിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. വൺസ് അഗെയിൻ ഇവിടെ വിജയിച്ച എല്ലാ കുട്ടികൾക്കും എല്ലാ അനുമോദനങ്ങളും നൽകുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓർമ്മയ്ക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. Thank you, sir, for honoring our Income Tax Joint Commissioner, Sri Jyotis Mohan IROs. I welcome President of Orma International, Mr. George Nadavayal. Thank you, sir. Thank you for your presence. സോ നമ്മൾ ഈ ഒരു ഒഫീഷ്യൽ സെറമണീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കുട്ടി വലിയ സ്റ്റാർ വന്ന് ഈ സ്റ്റേജ് തകർത്തായിരുന്നു. അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആരാ? യെസ്, ഋതുരാജ് അല്ലേ? മലയാളം ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ നമുക്ക് എല്ലാവരുടെ മുന്നിലേക്ക് എത്തിയ ആ കലാകാരൻ ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥാനം നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിലും ഉപരിയാണ്. ബോളിവുഡ് പോയി നമ്മുടെ മലയാളികൾക്ക് എന്നും അഭിമാനം നിമിഷങ്ങൾ പകർന്നു നൽകിയ നമ്മുടെ ഏവരുടെയും അഭിമാന താരം ഋതുരാജിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഋതുകൂട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നിരവധി സ്റ്റേജിലൂടെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനാണ് ഇന്ന് എൻ്റെ കൂടെ സ്റ്റേജിലുള്ളത്. സോ ഈ ഒരു 26 പാർട്ടിസിപ്പൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് സിയാൻ മരിയ ഷാജിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഋതുക്കൂട്ടന് ഒരു ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിന് വേണ്ടി. Thank you, Ritu. Thank you so much and all the very best. So next we are moving to the most excited മൊമെന്റിലേക്കാണ് ഇനി നമ്മൾ എല്ലാവരും മൂവ് ഓൺ ചെയ്യുന്നത്. ഇത്രയും നേരം ഈഗർലി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രഷ്യസ് മൊമെന്റിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദ ടോപ്പ് 7 അവാർഡ് ഡിക്ലറേഷൻ ടൈം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ അതിനായിട്ട് നമ്മുടെ കൂടെ ഈ സ്റ്റേജിലുള്ള ഒരു നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ഡയറക്ടറാണ്, മലയാള സിനിമയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞ നമ്മുടെ ഇവരുടെ അഭിമാനമായ മിസ്റ്റർ സിബി മലയിൽ സാർ ഈ സ്റ്റേജിലുണ്ട് ഫോർ ഡിക്ലെയറിംഗ് ദ ടോപ്പ് 7 അവാർഡ് സെറമണീസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഇവിടെ വേദിയിലുണ്ട്. ഓക്കെ, സോ സാർ റെഡി ആണോ? സാർ എക്സൈറ്റഡ് ആണോ അനൗൺസ് ചെയ്യാനായിട്ട്? സോ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ജോ സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. സാറാണ് നമ്മുടെ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. 3 കവറുകളിലായി ഗ്രാൻഡ് വിന്നറും മലയാളത്തിലെയും ഇംഗ്ലീഷ് കാറ്റഗറിയിലെയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വിന്നേഴ്സും നമ്മൾ 3 കവറുകളിലാക്കി. നിങ്ങളുടെ വിജയം ഇതിൽ ഉണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ക്ലാരിറ്റിയിൽ പറയട്ടെ. ഇന്നിവിടെ നടന്ന മത്സരം, ഈ പ്രസംഗ മത്സരത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൻ്റെ 60% മാർക്കിൻ്റെ മത്സരമായിരുന്നു ഇവിടെ നടന്നത്. 30% മാർക്കിൻ്റെ മത്സരം ഏകദേശം ഒരു 15 ദിവസങ്ങൾക്ക് മുൻപ് അവർ റെക്കോർഡ് ചെയ്തു തന്ന ഒരു പ്രസംഗത്തെ ആസ്പദമാക്കിയായിരുന്നു. ആ പ്രസംഗ മത്സരത്തിൻ്റെ വിഷയം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കേരള യുവത്വം നാടിന് നേട്ടമോ കോട്ടമോ. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. അതിൻ്റെ ബേസിസിൽ 30% മാർക്കും. ഇന്നലെ രാവിലെ മുതൽ ഈ കുട്ടികൾ പാലായിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരും അവരുടെ പേരൻസും വന്ന് താമസിച്ച് ഒരു ഹോൾ ഡേ, ഇന്നലെ 9 മണിക്ക് ഉറങ്ങാൻ പോകുന്നത് വരെ അവർക്ക് ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ 10% മാർക്കിൻ്റെ ഒരു എലമെൻറ്റും ഉണ്ടായിരുന്നു. സോ 40, 30 + 10 40. ഇന്നിവിടെ പ്രസംഗിച്ച 60% കൂടെ കൂട്ടി നമ്മുടെ വിന്നേഴ്സിൻ്റെ റിസൾട്ട് സിബി സാറ് അനൗൺസ് ചെയ്യുന്നതിന് മുൻപ് ഈ വിജയികളാകാൻ പോകുന്നവരെ അനുമോദിച്ചുകൊണ്ട്
സാറ് ഒരു വാക്ക് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ബഹുമാന്യായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോർജ് നടവേൽ, ബഹുമാന്യായ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാർ, ജസ്റ്റിസ് നാരായണൻകുട്ടി സാർ, ശ്രീമതി ബി സന്ധ്യ എസ്, ശ്രീ ജോസ് കെ മാണി, ശ്രീ മാണി സി കാപ്പൻ, വേദിയിലും സദസ്സുമുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. മത്സരിക്കുന്ന എല്ലാവർക്കും വിജയിക്കാൻ കഴിയും എന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. മത്സരിക്കുക എന്നുള്ള ഒരു സ്പിരിറ്റുണ്ട്. ആ സ്പിരിറ്റ് നിങ്ങൾക്കുണ്ടായിരുന്നു. 500 പേരിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഇവിടെ ഈ വേദിയിൽ, പ്രത്യേകിച്ചും ഈ വേദിയുടെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഏറ്റവും ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അദ്ദേഹത്തെ നേരിൽ കാണണമെന്ന് ഞാൻ വളരെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇന്ന് എനിക്കതിന് ഭാഗ്യമുണ്ടായി. കാരണം അദ്ദേഹം നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ആവശ്യമായ ആ ഒരു നീതിന്യായ വ്യവസ്ഥയുടെ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ന്യായാധിപനാണ്. അതുപോലെ തന്നെയാണ് ബഹുമാന്യ റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് സാറും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമാണ് ശ്രീമതി ബി സന്ധ്യ. പുരുഷ കേന്ദ്രീകൃതമായ ഒരു പോലീസ് സേനയിലൊരു വനിത, അവരിൽ പലരെക്കാളും പുരുഷന്മാരായ പോലീസ് ഓഫീസർമാരെക്കാളൊക്കെ ഉന്നതമായ നിലയിൽ തൻ്റെ കർമ്മശേഷി തെളിയിച്ച ഒരു IPS ഓഫീസറാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് ജോസ് കെ മാണി ആയാലും മാണി സി കാപ്പനായാലും ഇവരെല്ലാവരും ഉജ്ജ്വലമായ രീതിയിൽ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നേരത്തെ പ്രസംഗിച്ച ശ്രീ ജ്യോതിസ് മോഹൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉജ്ജ്വലമായ ശോഭിച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. അവരാണ് നിങ്ങളെ അഭിനന്ദിക്കാനായിട്ട് നിങ്ങളുടെ ഈ വിജയ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് കേൾക്കാനും അവരെ കാണുവാനും അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കാനൊക്കെ ലഭിച്ച അവസരം തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ 500 പേരിൽ നിന്ന് അവസാനം എത്തുന്ന 3-4 പേര് എന്ന് പറയുന്നത് അതൊരു ഒരുപക്ഷെ ഒരു കോമ്പറ്റീഷൻ്റെ അവസാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയേ നിവൃത്തിയുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ ഇരിക്കുന്ന എല്ലാവരും അഭിമാനത്തോടു കൂടെ തന്നെയാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടത്. ഇന്ന് ഇവിടെ പുരസ്കാരം നേടുന്ന ഞാനിപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന പേരുകാർക്കും അതോടൊപ്പം തന്നെ അവരോടൊപ്പം മത്സരിച്ച് അവസാന ഘട്ടത്തിൽ ഇവിടെ വരെ എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനം നേരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഞാൻ ആ പേരുകൾ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. നമ്മുടെ ഈ മത്സരത്തിൽ നിങ്ങൾക്കറിയാം, ആദ്യ 7 സ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് വിന്നർ ഓവറോൾ വിന്നറാണ്. 1 ലക്ഷം രൂപയും സർട്ടിഫിക്കറ്റും ട്രോഫിയും. ഇംഗ്ലീഷ് മലയാള വിഭാഗങ്ങളിൽ 3 സ്ഥാനങ്ങൾ. 3-ാം സ്ഥാനം 15,000 റുപ്പീസ് അവാർഡ്, ട്രോഫി, അങ്ങനെ 15,000, 20,000, 50,000. ഇപ്പോൾ സാർ ആദ്യം ഇംഗ്ലീഷ് വിഭാഗത്തിലെ 3-ാം സ്ഥാനക്കാരെയാണ് പ്രഖ്യാപിക്കാൻ പോവുക. ഇനി മുൻപോട്ട് നമ്മൾ പെട്ടെന്ന് ഈ ഒരു പ്രോസസ്സ് ചെയ്യും. ഗസ്റ്റുകൾക്ക് 4 മണിക്ക് പോകണം. അതിനു മുൻപ് നിങ്ങളുടെ എല്ലാം കയ്യിൽ ഒരു ട്രോഫിയുമായി ഈ ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ ഒരു വലിയ ഗ്രൂപ്പ് ഫോട്ടോ, അതാണ് നമ്മുടെ ടാർഗറ്റ്. പെട്ടെന്ന് മുൻപോട്ട് പോകും. അവാർഡ് കൊടുക്കുന്നത് ഈ പ്രധാനപ്പെട്ട 7 അവാർഡുകൾ കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറാണ് അത് കൊടുക്കുക.
അതിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഓരോ വിശിഷ്ടാതിഥിയും ഓരോ പ്രൈസിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതിൻ്റെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് ഓർമ്മയിലെ ഒരു ഒഫീഷ്യലോ ആ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളോ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. ഇംഗ്ലീഷ് സ്പീച്ച് 3-ാം സ്ഥാനം ശ്രിയ സുരേഷ്. ഇതിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഞാൻ മാനസി കാപ്പൻ MLA ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മാനം കൊടുക്കാനായിട്ട് ക്യാഷ് പ്രൈസ് കൊടുക്കാൻ ഓർമ്മയുടെ കുര്യാക്കോസ് മാണിവയലിൽ Next award. Second prize goes to Nikita Anna Prince. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഞാൻ ജ്യോതിസ് കുമാർ IRS ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് പ്രൈസ് കൊടുക്കാൻ ഓർമ്മയുടെ സെക്രട്ടറി ഷാജി ആറ്റുപുറം. And the first prize for English speech goes to Noya Yohanan. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ബിഷപ്പ് ജോസഫ് കൊല്ലംപറമ്പലിനെയും ക്യാഷ് പ്രൈസ് കൊടുക്കാൻ അലക്സ് കുരുവിളയെയും ക്ഷണിച്ചുകൊള്ളുന്നു. സമയത്ത് എന്ത് പറയണമെന്നറിയില്ല. ഒരു വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഞാൻ ഫൈനൽ 25-ൽ എത്താൻ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ഇത് അണിയിച്ചൊരുക്കിയ ഓർമ്മയ്ക്കും I have no words to express. Thank you, Orma. ഇനിയും ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. Thank you. Now, Malayalam speech. Third prize goes to Linu K. Jose. സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി B. സന്ധ്യ IPSനെയും
ക്യാഷ് പ്രൈസ് കൊടുക്കാൻ സജി വാകത്തനാലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സർട്ടിഫിക്കറ്റുകളിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ എഴുതിയാണ് തന്നത്. പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഓൺ ഇറ്റ്സ് വേ ആണ്. അതിപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് വാങ്ങിച്ചിട്ടേ നിങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടേ പോകാവുള്ളൂ. Malayalam speech, second prize, Rebecca Binu Jacob. സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി ജോസ് കെ മാണി MBA ക്ഷണിച്ചുകൊള്ളുന്നു. ക്യാഷ് പ്രൈസ് കൊടുക്കാൻ ജോർജ് നടവേലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Malayalam speech, first prize goes to Naino Fatima. സർട്ടിഫിക്കറ്റ് കൊടുക്കാനായി ജസ്റ്റിസ് നാരായണ കുറുപ്പിനെയും ക്യാഷ് പ്രൈസ് കൊടുക്കാനായി നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണെയും ജോസിൻ ബിനോയെയും ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. 6 മാസങ്ങൾക്ക് മുൻപ് ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ വെറും കൈയോടെ അല്ലെങ്കിൽ ഒരു ചെറിയ അത്യാവശ്യം പ്രസംഗിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ഓർമ്മയുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഓർമ്മകളും ഒരുപാട് സൗഹൃദങ്ങളും ഒരുപാട് അറിവും ആശയങ്ങളും വീക്ഷണങ്ങളും കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ജോസ് സാറും ബെന്നി സാറും ഒക്കെ. അവരെടുത്ത് പറയാതിരിക്കാൻ ഈ അവസരത്തിന് എനിക്ക് കഴിയില്ല. മനുഷ്യർ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ ഇടപഴകി ജീവിക്കണമെന്നും നാടിനെ നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ വളരണമെന്നൊക്കെ ഓരോരുത്തർ വാക്കുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പ്രവൃത്തിയിലൂടെ എനിക്ക് കാണിച്ചു തന്ന കൂട്ടായ്മയാണ് ഓർമ്മ എന്നത്. ഓർമ്മ എന്നും എൻ്റെ ഓർമ്മയിൽ മായാതെ നിൽക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. നന്ദിയും കടപ്പാടും. എൻ്റെ പേരൻസിനെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ ഈ ഇതുവരെയുള്ള യാത്രയിൽ എൻ്റെ ജനനം മുതൽ ഇന്ന് വരെ എന്നോടൊപ്പം നിന്ന അവർക്കും എൻ്റെ കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ യു. താങ്ക് യു. Any guess for the grand winner? The grand winner is I am Bicha. Ladies and gentlemen, put our hands together for the grand winner of സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സിബി മലയിൽ സാറിനെയും ക്യാഷ് പ്രൈസ് കൊടുക്കാൻ ജോസഫ് കുന്നേലിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. So, ladies and gentlemen, ഒരു നല്ലൊരു കൈയടി കൊടുക്കാം for the grand winner of Orma International Talent Promotion Forum USA. I am Bicha. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സിബി മലയിൽ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ₹1,00,000
ക്യാഷ് അവാർഡ് കൊടുക്കാൻ അതിൻ്റെ സ്പോൺസറായ ജോസഫ് കുന്നേലിനെ ക്ഷണിച്ചു കൊള്ളുന്നു. ഈ ഫസ്റ്റ് 3 പ്രൈസസ് കിട്ടിയവര് ട്രോഫി മാത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ സൈഡിൽ പുറകിലും നിങ്ങൾ ആ സൈഡിൽ പുറകിൽ ആ ചെയറിൻ്റെ പുറകിലേക്ക് വരിക. ട്രോഫി മാത്രം കൈ പിടിക്കുക, ബാക്കി അവിടെ ഒന്ന് വെച്ചിട്ട് വരിക. I literally have no words to say to all of you. I'm literally on cloud 9. I just remembered one of the lines which I wrote in the poem activity we did yesterday. I said that Orma's light shines every day, every night. The light of hope, the light of inspiration, the light of motivation, the light of kindness, the light of goodness. And it is not fueled by electricity, rather it's fueled by all these people standing here. The main reason why I'm standing here in front of you taking this trophy would be because of my lovely, strong mom. Can you please give a round of applause for her? She has been the backbone every time. Now I have a new dream. I dream that all of us, all 26 of us, in the future, 10 years forward, we can host a grand event like this, inviting all of these distinguished personalities. That is the biggest gift which we can give them. There's no, actions speak louder than words. I always remind myself, if I'm going to express my gratitude, it's going to be a very long speech. So I hope in the future I can invite all of you, we can invite all of you, and you can be the guests, the judges of this kind of competition. Thank you so much, Orma. Thank you so much, Mom. Thank you so much, everyone, for all the support. Thank you once again. ഈ കുട്ടികൾക്ക് അവാർഡ് കൊടുത്തതോടൊപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന മറ്റൊരു പ്രത്യേക അവാർഡ്, എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മളെയൊക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അധ്യാപകൻ നമ്മുടെ മുൻപിലുണ്ടാവും. ഇവിടെ ഒരു സിസ്റ്ററുണ്ട്, ഒന്ന് കൈവക്കി കാണിച്ച സിസ്റ്റർ സരാഫിലമ്മ, SH കോൺവെന്റിലെ സിസ്റ്ററാണ്. ഞാൻ സിസ്റ്ററിനെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത് ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ്. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രസംഗങ്ങൾ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച് എന്നെ പഠിപ്പിച്ചേ അടങ്ങുമെന്ന് വാശി പിടിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപികയാണ്. ആ മൊമെൻറ്റുകൾ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നിരവധി അധ്യാപകർ ജീവിതത്തിലൂടെ പോയത് കൊണ്ടാണ്. അതിൻ്റെ തുടക്കമൊക്കെ സിസ്റ്ററിൽ നിന്നാണ്. ഇത് നിങ്ങളെ ഒരു മോഡലായിട്ട് കാണിക്കാനാണ് ഞാൻ ഇന്നലെ മഠത്തിൽ പോയി സിസ്റ്ററിനോട് നിർബന്ധമായി ഇവിടെ വരണമെന്ന് പറഞ്ഞത്. അതോടൊപ്പം ഈ അവാർഡിൻ്റെ പ്രത്യേകത, ഈ 7 സമ്മാനങ്ങൾ കിട്ടിയ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർക്ക് അവർ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ലീഡറായി നിൽക്കുന്നത് കൊണ്ട് 7 മോട്ടിവേറ്റർ ഓഫ് ദ ഇയർ അവാർഡുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അയാമ്പിച്ച വന്നിരിക്കുന്നത് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നാണ്. അവിടുത്തെ പ്രിൻസിപ്പൽമാരുണ്ടെങ്കിൽ അവരും ഈ കുട്ടിയുടെ ഫാദറും മദറും കൂടെ പെട്ടെന്ന് വരണം കേട്ടോ. 3 പേരും കൂടെ ആ ട്രോഫി വാങ്ങുക. ഇറ്റ്സ് എ ടീം വർക്ക്. ഞാൻ ആക്ച്വലി പേരൻസിനെയും കൂടി ഇതിൽ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അൻസാർ ഇംഗ്ലീഷ് മീഡിയം നിങ്ങളുടെ പ്രിൻസിപ്പൾ ഉണ്ടോ? ഇല്ല. ഈ പ്രിൻസിപ്പളിന് പകരം കുട്ടിയുടെ മമ്മി തന്നെ ആ ട്രോഫിയും കൂടെ ഏറ്റുവാങ്ങേണ്ടതാണ്. യെസ്, ഇറ്റ്സ് ഫോർ ദ സ്കൂൾ പ്രിൻസിപ്പൽ. നോയ യോഹന്നാൻ കാർമൽ CMI പബ്ലിക് സ്കൂളിൽ നിന്നാണ്. നോയയുടെ പ്രിൻസിപ്പൾ ഉണ്ടോ? പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഫാദറും മദറും കൂടെ ഓടി വരിക. ഫാദറും മദറും അവർ മുൻ റോയിൽ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എല്ലാ പേരൻസിനോടും. ഫാദർ മദർ ഓടി പോരെ, സമയം കളയാതെ. നോയ യോഹന്നാൻ മദർ വരുന്നുണ്ട്. മോളെ ട്രോഫി ആ കയ്യിലിരുന്നോട്ടെ. അടുത്തതായിട്ട് ഇംഗ്ലീഷിലെ സെക്കൻഡ് വന്നത് നികിത അന്ന പ്രിൻസ്, സെൻറ് തെരേസസ് കോളേജ്. ആ കോളേജിനെ പ്രതിനിധീകരിച്ച് ടീച്ചേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും മാതാപിതാക്കളും കൂടെ എത്രയും പെട്ടെന്ന് വരിക. 3ാം സ്ഥാനം ശ്രീയ സുരേഷ്, കാണിക്കമാതാ കോൺവെന്റ് EM സ്കൂൾ പാലക്കാട്. അവിടുത്തെ പ്രിൻസിപ്പലോ ടീച്ചേഴ്സോ ഉണ്ടെങ്കിൽ അവരും നടുക്കൂടെ പോരെ, സമയം കളയണ്ട.
ശ്രേയ എന്തിയെ? ശ്രേയയും കൂടെ ഇങ്ങോട്ടൊന്ന് വന്നേ, കാണട്ടെ. ശ്രേയ, യെസ്. സെന്റ് തെരേസസിലെ ടീച്ചർ മേടിച്ചോ. യെസ്. രണ്ടാം സമ്മാനം കിട്ടിത്തരുന്ന നികിത അന്ന പ്രിൻസിനാണ്. സെന്റ് തെരേസസ് കോളേജിലെ മദറും ടീച്ചറും ഉണ്ട്. ഇനിയും മലയാളം വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടുന്നത് നൈനു ഫാത്തിമ, സെന്റ് ജോൺ സ്കൂൾ അഞ്ചൽ. ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സും പേരൻസും കൂടെ ഓടി വരിക. താങ്ക് യു. 2ാം സ്ഥാനം കിട്ടുന്നത് റബേക്ക ബിനു ജേക്കബിനാണ്, മേരിഗിരി CMI പബ്ലിക് സ്കൂൾ. പ്ലീസ് കം ഓൺ സ്റ്റേജ്. പേരൻറ്റോ ടീച്ചറോ? റബേക്കയുടെ സ്കൂളിലെ അച്ഛനുണ്ട്. 3ാം സ്ഥാനം കിട്ടുന്നത് ലീനു കെ ജോസ്, സെന്റ് മേരീസ് GHS ഭരണങ്ങാനം. പ്ലീസ് കം ഓൺ സ്റ്റേജ്. സമ്മാനം കിട്ടിയ കുട്ടികൾ സ്റ്റേജിൻ്റെ പുറകിൽ, കസേരയുടെ പുറകിൽ വന്ന് നിൽക്കുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റും, സമയം കളയാതെ. ട്രോഫി മാത്രം മതി. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റുകൾക്കെല്ലാം പോകണം. പോകുന്നതിന് മുൻപ് എന്നോട് ഓൾറെഡി മാനസികാവൻ പറഞ്ഞു പോകണമെന്ന്. സമയം അതിക്രമിച്ചു. ഒറ്റ വാക്കിൽ ഇവർക്കെല്ലാം ഒരു ആശംസ. അധ്യക്ഷവേദിയിലും സദസ്യമിരിക്കുന്ന നിങ്ങളെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, എനിക്ക് 4 മണിക്ക് പോലീസ് അത്ലറ്റിക്സിൻ്റെ സമ്മാനദാനമുണ്ട്. സമയത്തിന് മുമ്പ് എത്തണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഈ ജസ്റ്റിസ് ദേവൻ നാരായണൻ സാറിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പല വിധികളും അദ്ദേഹത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ കൊള്ളാം, സിനിമയിൽ അഭിനയിക്കാൻ പോലുള്ള പേഴ്സണാലിറ്റിയും അത്രയും സൗന്ദര്യമുള്ളൊരു വ്യക്തി. രണ്ടാമത് സിബി എൻ്റെ ഫസ്റ്റ് കസിന്, എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മകനാണ്. ഞാനൊരു പ്രസംഗത്തിനില്ല. ഈ പ്രസംഗ മത്സരം സംഘടിപ്പിച്ച ഓർമ്മയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരു കുട്ടി ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വരുന്ന സമയത്ത് ഗാനമേളയ്ക്കും പാട്ട് മത്സരത്തിനൊക്കെ ലക്ഷങ്ങളും കോടികളും സമ്മാനം കൊടുക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. അതിന് പാലാക്കാരൻ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. അടുത്ത തവണ ഞങ്ങളും കൂടെ സഹകരിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇരട്ടി സമ്മാനം കൊടുക്കത്തക്ക രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാം. നന്ദി, നമസ്കാരം. മാനസികാവൻ സാറേ, ഞങ്ങളുടെ ഒരു മൊമെൻറ്റും കൂടെ സന്തോഷ സൂചകമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകണം. കേരള ചാപ്റ്ററിൻ്റെ പ്രസിഡൻ്റാണ് ട്രോഫി കൊടുക്കുന്നത്. സാർ ഈ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് പോകാമോ? സാർ ഇവിടെ ഇരുന്നോ. മോനെ നടുക്കോട്ട് ഇങ്ങനെ മാറി നിൽക്കാവോ? ആ ട്രോഫികളൊന്ന് പൊക്കി പിടിക്കാവോ? ഇനിയിപ്പോണ്ടല്ലോ, ഇനി പിതാവിന് So for the felicitation speech with much respect, I invite Auxiliary Bishop of Shamshadabad, Mar Joseph Kollamparambil. സ്റ്റേജിലുള്ള ബഹുമാന്യരായ അതിഥികളെ, സ്നേഹമുള്ളവരെ, ഈ പ്രത്യേകിച്ച് ഓർമ്മ ഈ പരിപാടി സംഘടിപ്പിച്ചവരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒരു കുട്ടി പറഞ്ഞു ഇതൊരു കോമ്പറ്റീഷൻ, അതൊരു പ്രാക്ടീസാണെന്ന്. ഈ പ്രാക്ടീസിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരും വീണ്ടും ഉയരങ്ങൾ കീഴടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. അതുകൊണ്ട് പങ്കെടുത്തവർക്കും ഇത് സംഘടിപ്പിച്ചവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് 3:15 എനിക്കൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതായിരുന്നു.
പക്ഷേ ബഹുമാന്യനായ ജസ്റ്റിസൊക്കെ ഉള്ളപ്പോൾ പോകാൻ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹത്തോടെ പെർമിഷനോടുകൂടി ഞാൻ മറ്റൊരു പരിപാടിയിൽ അവസാനമെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസവും വിജയാശംസവും. താങ്ക് യു. പിതാവിന് ഒരു മൊമെൻ്റ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സെക്രട്ടറി ഷാജി ആറ്റുപുറം. Next, for the felicitation speech, with much respect, I invite the Member of Parliament, Shri Jose K. Mani, MP. ഓണറബിൾ ജസ്റ്റിസ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സ്നേഹിതരെ, ഒരു വർഷം നീണ്ടുനിന്ന ഓർമ്മ സംഘടനയുടെ നേതൃത്വം നടത്തിയ ഒരു കോമ്പറ്റീഷനാണ്. ഇവിടെ ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ഹാർഡ്ഷിപ്പും രണ്ട് സൈഡിൽ നിന്ന് ഓർഗനൈസേഴ്സും അതുപോലെ തന്നെ പാർട്ടിസിപ്പൻസും അത് എത്രമാത്രം ഉണ്ട് എന്ന് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ എല്ലാവർക്കും, ഇത് സംഘടനയ്ക്കും അതുപോലെ തന്നെ ഭാവിയിലെ പ്രതിഭകളാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ മാറ്റിമറിച്ചത് അല്ലെ മാറ്റിമറിക്കുന്നത് ആരാണ്? ചരിത്രത്തിൽ ചലനമുണ്ടാക്കുന്നത് ആരാണ്? ആ ചോദ്യത്തിനുത്തരം ജസ്റ്റിസ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, പ്രഭാഷകരാണ്, ഒറേറ്റേഴ്സാണ്, വാഗ്മികളാണ്. ഇവിടെ സൂചിപ്പിച്ചു, നമുക്ക് ഒരു രാജ്യത്ത്, ഒരു ദേശത്ത് നിറത്തിൻ്റെ പേരിൽ വംശ വിഭജനം നടത്തിയപ്പോൾ അതിന് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞത്, നിയമങ്ങൾ നിർമ്മിക്കുവാൻ കഴിഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ ആ സ്പീച്ചാണ്. സൂചിപ്പിക്കുകയുണ്ടായി 118 പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ആ സ്പീച്ചിൽ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുന്നത്. അതാണ് ആ കേട്ടവർ മാത്രമല്ല, മനുഷ്യരാശിയെ പോലും മാറ്റുവാൻ കഴിഞ്ഞത്. മഹാത്മാഗാന്ധിജിയുടെ ക്വിറ്റ് ഇന്ത്യ 1942 പറഞ്ഞത്. അപ്പോൾ പ്രധാനമായും ആ കണ്ടൻറ്റിലാണ്, ആ കമ്മ്യൂണിക്കേഷനിലാണ് നമുക്ക് ഒരു സമൂഹത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്കറിയാം, നിങ്ങളുടെയൊക്കെ ഭാവിയിലെ പ്രതിഭകളാകേണ്ടതാണ്. ഇവിടെ സൂചിപ്പിച്ചു, 10 വർഷം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. For honoring our MP, I invite the President of Orma International, Mr. George Nadavayal. Mr. A.B. Jose onto the stage.
മുനിസിപ്പൽ ചെയർമാനാണ്. ഒരു വാക്ക് ഈ കുട്ടികളെ അഭിസംബോധന. ഞാൻ ജഡ്ജസ് ആയിരുന്ന ബി സന്ധ്യയും നാരായണക്കുറുപ്പ് സാറും നിങ്ങളോട് നേരത്തെ അവരുടെ റിമാർക്കുകൾ പറയുകയും സംസാരിക്കുകയും ചെയ്തതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു വൈൻഡിങ്ങിലേക്ക് പോകുന്നത്. വേദി പങ്കിട്ട ഹോണററി ജഡ്ജസ് അടക്കമുള്ള മാന്യ വ്യക്തികളെ, എത്രയും ബഹുമാന്യരായ വൈദികരെ, എൻ്റെ സഹകൗൺസിലറും മുൻ ചെയർമാനുമായ ശ്രീ ആൻഡോ ജോസ് പടിഞ്ഞാറക്കര, ഓർമ്മ ഇൻ്റർനാഷണൽ ടീമിലെ എല്ലാ അംഗങ്ങൾക്കും, ഇവിടെ എത്തിയിരിക്കുന്ന കുട്ടികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ തന്നെ ആദ്യം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ പങ്കെടുത്ത ഫൈനലിലെത്തിയ ഓരോ കുട്ടികൾക്കും, ഇവിടെ സെക്കൻഡ് റൗണ്ടിലെത്തിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഭാവിയിലേക്ക് എല്ലാ വാഗ്ദാനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഒരു മത്സരത്തിൽ എല്ലാവരും വിജയികളാകാൻ സാധ്യമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് വിജയികളായ അഭിനന്ദിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. വൈകിയ വേളയിൽ ആരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പിന്നെ ഒരു അഭിമാനമുള്ള കാര്യം, സ്വല്പം അഹങ്കാരത്തോടെ പറയുകയാണ്, നഗരസഭ അധ്യക്ഷ, പാലാ നഗരസഭ അധ്യക്ഷ എന്ന നിലയിൽ ഈ പാലാ നഗരസഭ തന്നെ ഓർമ്മ ഇൻ്റർനാഷണൽ തിരഞ്ഞെടുത്തതിന്, ഇങ്ങനെ ഒരു ടാലൻറ്റ് വേദി ഒരുക്കിയതിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് പടവുകൾ എത്താനുണ്ട്. എല്ലാ അവസരങ്ങളിലും ഇതൊരു തുടക്കമാകട്ടെ, ഒരു പുതിയ പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സോ ഇനി 3 വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ചടങ്ങിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണിന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു PJ ജെയ്സൺ. Honoring our retired DGP B സന്ധ്യ IPSന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിജി വർഗീസ്. Retired Justice High Court of Kerala Dr. Justice നാരായണക്കുറുപ്പ് സാറിന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു CJ ഇമ്മാനുവൽ. For honoring film director of Malayalam film industry, Shri Sibi Malayal സാറിന് മൊമെൻറ്റോ നൽകുന്നതിനായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജോസഫ് കുന്നേൽ സാർ. ഇനി 3 വിശിഷ്ട വ്യക്തികളെ പൊന്നാട അണിയിക്കൽ ചടങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഓർമ്മ ഇൻ്റർനാഷണൽ ടാലൻറ്റ് പ്രൊമോഷൻ ഫോറം ചെയ്യുവാൻ ഓർമ്മ ഇൻ്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷൻ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ ആ 3 വ്യക്തികൾ മിസ്റ്റർ ജോസ് തോമസ്, മിസ്റ്റർ PD ജോർജ് നടവയൽ ആൻഡ് മിസ്റ്റർ ജോസ് ആട്ടുപുരം. സോ അവർക്ക് പൊന്നാടി അണിയിച്ച് അവരെ ആദരിക്കുന്നതിനായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു റിട്ടയർഡ് ജസ്റ്റിസ് ഹൈക്കോർട്ട് ഓഫ് കേരള ഡോക്ടർ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, ഈ 3 എമിനന്റ് പേഴ്സണാലിറ്റീസിന് നല്ലൊരു കയ്യടി കൊടുക്കാം. ഈ 3 പേരുമാണ് ഓർമ്മ ഇന്റർനാഷണലിൻ്റെ ഈ ഒരു ഈവൻറ്റ് ഇത്രയും സക്സസ്ഫുൾ ആക്കി തീർത്ത 3 പേരെ നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ജോസ് തോമസ്, മിസ്റ്റർ സോ ഓരോരുത്തരെ ഞാൻ വിളിച്ച് ഇൻവൈറ്റ് ചെയ്യാം. സോ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നത് മിസ്റ്റർ ജോസ് തോമസിനെയാണ്.
Next, Mr. P.D. George Nadavayil, Orma International's ഇപ്പോഴത്തെ President, മുൻ General Secretary. And the last, Mr. Jose Artupuram, Orma International's സ്ഥാപക President. സോ ഇനി ജഡ്ജസിനുള്ള മൊമെൻറ്റോ ഹോണറിംഗ് സെറമണിയിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. സോ അവർക്ക് മൊമെൻറ്റോ നൽകുന്നത് മിസ്റ്റർ ജോർജ് നടവേൽ സാറാണ്. സോ ഫസ്റ്റ് ജഡ്ജ് നെയിം ഈസ് റെവറൻഡ് ഫാദർ ഡോക്ടർ ജിൽസൺ CMI. And next, Dr. Jilu Annie John, Vice Principal and HOD of English, St. George's College, Aruvithura. And next, honoring Advocate Joseph M. Kunnel, Trial Attorney at Law Offices of Kunnel Ortiz and Kunnel, Philadelphia, USA. For honoring our trainers of Orma International Speech Competition, I invite the Malayalam film director, Shri C.B. Malayal sir. So first, Advocate Benny Kurian, Communication and Leadership Empowerment Coach at Synergy HR Consultants. And next, Mr. Soy Thomas. ഇതോടൊപ്പം രണ്ടുപേരെയും കൂടെ ഞങ്ങൾ ഈ വേദിയിലേക്ക് സ്പെഷ്യലായിട്ട് വിളിച്ച് ആദരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടന്നതിൻ്റെ പുറകിൽ ഓടി നടന്ന് പ്രവർത്തിച്ച ടോമി ചെറിയാൻ സാറിനെയും ജോർജ് കരണക്കൽ സാറിനെയും അവരുടെ പ്രസ്ഥാനമായ കരിയർ ഡ്രീംസ് കോളേജിലെ 40 കുട്ടികളാണ് ഇന്ന് രാവിലെ മുതൽ ഇവിടെ യൂണിഫോമിൽ വോളണ്ടിയേഴ്സായിട്ട് നടന്നത്. സോ പ്ലീസ് കം ഓൺ സ്റ്റേജ് ജോർജ് കരണക്കൽ ആൻഡ് ടോമി ചെറിയാൻ സാർ. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് നിങ്ങളോടൊപ്പം നമ്മളോടൊപ്പം പ്രവർത്തിച്ച 2 പേരാണ് ടോമി സാറും ജോർജ് സാറും. ട്രെയിനിങ് രംഗത്തെ ഞങ്ങളുടെ ഗുരുക്കന്മാർ. താങ്ക് യു സാർ, താങ്ക് യു. So for expressing the words of gratitude, I invite Shaji Augustine, Secretary Orma International, onto the stage. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഓർമ്മ ഇൻ്റർനാഷണൽ ബിസിനസ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ മലയാളികളുടെ തനത് രാജ്യാന്തര അർത്ഥത്തിലും നാളെ ഇതുവരെയും മലയാളികളുടെ ലോകസ്ഥാനം ഏതെന്ന് പ്രഖ്യാപിക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനം ഓർമ്മ
ഭാവി മലയാളി പൗരന്മാരിലൂടെയാണ് കേരളത്തിൻ്റെ മഹത്വം വിളിച്ചോതുക. 2009 മുതൽ ഓർമ്മ ഇൻ്റർനാഷണൽ പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ ഏറ്റവും ശക്തി പ്രകാശിപ്പിച്ച മഹാസംഭവമാണ് ഓർമ്മ ഇൻ്റർനാഷണൽ സ്പീച്ച് കോമ്പറ്റീഷൻ. ഈ സുന്ദര സംഭവത്തെ ധന്യമാക്കിയ ഓരോരുത്തർക്കും ഓർമ്മ ഇൻ്റർനാഷണൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ഓർമ്മയുടെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ശ്രീ ജോർജ് നടവേലിന് ഈ യോഗത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് ഇവിടെ ധന്യമാക്കി ഇവിടെ സമ്മാനങ്ങളെല്ലാം വിതരണം ചെയ്ത ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറ്, നമുക്ക് നല്ലൊരു മോട്ടിവേഷനൊക്കെ നൽകിയ ദേവൻ രാമേന്ദ്രൻ സാറിനും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന് വിജയികളെ പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാ സഹായങ്ങളും ചെയ്ത CB മലയിൽ സാർ, സിനിമാ ലോകത്ത് ഉള്ള തിരക്കിനിടയ്ക്ക് നമുക്ക് വേണ്ടി ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ സമയം മുഴുവൻ മാറ്റിവെച്ച CB മലയിൽ സാറിന് ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. രാജ്യസഭാ MPയും നമ്മുടെ പ്രിയങ്കരനുമായ ജോസ് കെ മാണി MP, പാല MLA ശ്രീ മാണി സി കാപ്പൻ, ഇവിടെ ജ്യോതിഷ് മോഹൻ IRS ഇൻകം ടാക്സ് ജോയിൻറ്റ് കമ്മീഷൻ ഇവിടെ വന്ന് ഈ യോഗത്തിലും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്ത അവർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ശംഷാദ് രൂപതയുടെ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ തിരക്കിനിടയ്ക്ക് നമ്മുടെ പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഇത്രയും നേരം സമയം ചെലവിച്ച പിതാവിന് ഓർമ്മ ഇൻ്റർനാഷണൽ നിങ്ങൾ ഓരോരുത്തരും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം നമ്മുടെ ജഡ്ജിങ് പാനലായിരുന്നു. ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, ഡോക്ടർ B സന്ധ്യ IPS, ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഫോർമർ വൈസ് ചാൻസലർ, ഡോക്ടർ ജിൽസൺ ജോൺ CMI, പ്രൊഫസർ ജിലു ആനി ജോൺ, അഡ്വക്കേറ്റ് ജോസ് കെ കുന്നേൽ. ഇവർക്ക് ഈ ജഡ്ജ് തീരുമാനത്തിലൂടെ ഇത്രയും കുട്ടികളെ ജഡ്ജ് ചെയ്ത് ഒന്നിനൊന്നിനും മിച്ചമുള്ള ആളെ കണ്ടുപിടിച്ച് അവർക്ക് നമുക്ക് വേണ്ടി ഇത്രയും സമയം ഇന്ന് രാവിലെ 8:30 വന്നാണ് ഇവർ. അവർക്കെല്ലാം ഞങ്ങൾ ഓർമ്മയുടെ ഇൻ്റർനാഷണലിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓർമ്മയ്ക്ക് വേണ്ടി വളരെയധികം സഹായം ചെയ്ത എബി ജോസ്, കുര്യാക്കോസ് മാണുവിൽ, മാത്യു അലക്സാണ്ടർ, ഷൈൻ ജോൺസൺ, ആലീസ് എന്നിവർക്ക് ഈ യോഗത്തെ ഓർമ്മയുടെ പേരിൽ ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു മത്സര പരിശീലന പരിപാടിയിൽ ആദ്യാവസാനം പരിശീലകരായിരുന്ന ബെന്നി കുര്യൻ, സോയി നെല്ലിക്കൽ, ഈ 2 ദിവസങ്ങളിലെ പ്രോഗ്രാമിൽ പരിശീലകരായി ഉണ്ടായിരുന്ന ജോർജ് കരുണയിൽ, പ്രൊഫസർ ടോമി ചെറിയാൻ, ഷാജി AK, ഷാജി എംപ്ലായി, ജോസ് ആൻ്റണി എന്നിവർക്കും പേരെടുത്ത് പറയാൻ ധാരാളം പേരുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പാല എടപ്പാടിയിലുള്ള കരിയർ ഡ്രീംസ് കോളേജിലെ ആൻഡ് സിവിൽ സർവീസ് അക്കാഡമിയിലെ ഭാവി IASകാരാണ് നമുക്കിവിടെ വോളണ്ടിയേഴ്സായി പ്രോഗ്രാം ചെയ്ത് അവരുടെ നല്ല വർക്കിന് അവർക്ക് പ്രത്യേകം നന്ദി. ഓർമ്മയുടെ പേരിൽ 1000 നന്ദികൾ. ഇവിടെ ഇത് സ്പോൺസർ ചെയ്ത ഒത്തിരി പേരുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ അവരുടെ പേരുകളിലേക്ക് കടക്കുന്നില്ല. മീഡിയ അംഗങ്ങളുണ്ട്, ഇവൻറ്റ് മാനേജ്മെൻറ്റിൽ ബിജു ഉണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, പിന്നെ നമുക്കിവിടെ എല്ലാ സഹായം ചെയ്തു തന്ന താമസത്തിന് ഇന്നലെ തൊട്ട് നിന്ന തറപ്പേലച്ഛനുണ്ട്. അച്ഛനുമൊക്കെ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തേണ്ട ഒരാളുണ്ട്, ജോസ് തോമസ്. ഏഷ്യാനെറ്റ് അമേരിക്ക വീക്കൽ റൗണ്ട് അപ്പിൽ നമ്മുടെ ഈ പരിപാടിയെല്ലാം ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏഷ്യാനെറ്റ് വീക്കൽ റൗണ്ട് അപ്പിനും ഈ ഓർമ്മ ഇൻ്റർനാഷണലിൻ്റെയും നിങ്ങൾ ഓരോരുത്തരും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ പ്രോഗ്രാം ഇത്രയും വിജയകരമായി സമാപിക്കുന്നതിന് കാരണക്കാരനായ ശ്രീ ജോസ് തോമസ് ആണ്. ഈ ആശയം ഓർമ്മ എക്സിക്യൂട്ടീവിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ 1 വർഷത്തെ തൻ്റെ സമയം മുഴുവൻ ചിലവാക്കി അദ്ദേഹം മറ്റംഗങ്ങളെ എല്ലാം കോർത്തിണക്കി നാട്ടിലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് ഈ പ്രോഗ്രാമിന് വേണ്ടി എന്തെല്ലാം ചെയ്തെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. പല ദിവസവും രാത്രി ഉറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതെല്ലാം ചെയ്ത് ജോസഫ് സാറിന് നന്ദി പറഞ്ഞാൽ തീരിയല്ല. എങ്കിലും ഓർമ്മയുടെയും നിങ്ങളിവിടെ പങ്കെടുത്ത ഈ മത്സരത്തിൽ പങ്കെടുത്ത 500 പേരുടെയും പേരിൽ ഇവിടെ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ അകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. സമയക്കുറവുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി 1000 നന്ദികൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ജയ് ഓർമ്മ. Thank you, sir. Thank you so much. So, ladies and gentlemen, we are happily concluding the grand, great and splendid grand finale of International Speech Competition powered by Orma International 2023. So, congratulations to all the winners and the great way to exist. This is only a small token of step that you have put.
പിന്നെയും ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഓർമ്മ ആൻഡ് ഓൾ ദ ഡിസ്റ്റിങ്ക്വിഷ്ഡ് ഗസ്റ്റ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഓർമ്മ എന്ന ഈ സംഘടനയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആൻഡ് താങ്ക്സ് ടു ഓൾ ദ പാരൻസ്, ഓൾ ദ വോളണ്ടിയേഴ്സ് ആൻഡ് ഓൾ ദോസ് ഹു ആർ സപ്പോർട്ടഡ് ഫോർ ഓർമ്മ ഓർഗനൈസേഷൻ. ആൻഡ് ദിസ് ഇസ് മീ Kenna Sunny officially signing off. Have a good day, have a nice day. Thank you everyone, thank you so much. So now we can stand for our national anthem. ദേശീയ ഗാനത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിൽക്കാം. जनगणमन अधिनायक जय हे भारत भाग्य विधाता. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा. विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा. तव शुभ नामे जागे, तव शुभ आशीष मांगे. गाहे तव जय गाथा. जनगण मंगलदायक जय हे भारत भाग्य विधाता. जय हे जय हे जय हे जय 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 हे. താങ്ക് യു ഓൾ. സമയം 4:27. നമ്മുടെ പ്രോമിസ് 4:30 ആയിരുന്നു. കുട്ടികൾ പോകരുത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ നെയിം ചേഞ്ച് കൃത്യമായിട്ട് നോക്കി എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് കറക്റ്റ് ചെയ്യണം. ക്യാഷ് പ്രൈസുകൾ, അതിൻ്റെ കവറുകൾ റെഡിയാണ്. അതും നിങ്ങൾ റിസീവ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഈ പാർട്ടിസിപ്പൻസ് എല്ലാവരും, ഓർമ്മയുടെ ആളുകൾ, ട്രെയിനേഴ്സ്, ഇവിടെ നിൽക്കാൻ പറ്റുന്ന ജഡ്ജസ് എല്ലാവരും കൂടെ. ബിജു, നമുക്ക് ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാമോ? ആ ചെയറുകൾ പുറകോട്ട് മാറ്റിയാലോ? എന്താ ചെയ്യാമെന്ന് ചെയ്തു. സുബി സാറേ, ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾക്ക് എല്ലാവർക്കും അവിടെ കാപ്പിയും സ്നാക്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദയവായിട്ട് കഴിച്ചിട്ടേ പോകാവുള്ളൂ. നമ്മളൊരു വലിയ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് തയ്യാറാവുന്നു. ട്രെയിനേഴ്സ്, ഓർമ്മയുടെ ആളുകൾ, ഇവിടെ ഉള്ള ഗസ്റ്റുകൾ അവർ ഇവിടെ ഇരിക്കുന്നു. ഓർമ്മയുടെ ആളുകളും കൂടെ സ്റ്റേജിലേക്ക് എത്രയും പെട്ടെന്ന് വരിക. എല്ലാവർക്കും കുട്ടികൾക്ക് ദൂരോട്ട് പോകാനുള്ളതാണ്. ബട്ട് വി നീഡ് ദിസ് ബിഗ് പിക്ചർ. ഓർമ്മ സ്പീച്ച് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരവസരം കിട്ടിയപ്പോൾ ഇത് വെറും ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ട് കണ്ടാൽ മതി. ഒരിക്കലും ഈ ഒരു സ്റ്റേജ് വരെ എത്തുമെന്നോ ഇങ്ങനെയൊരു വേദി കിട്ടുമെന്നോ ഇതിൻ്റെ തുടക്കത്തിൽ പ്രതീക്ഷിച്ചതേയിരുന്നില്ല. ഇനിയും ഒരുപാട് അവസരങ്ങളിലേക്കുള്ള കോൺഫിഡൻസ് ആണ് ഓർമ്മ ഈ സ്റ്റേജിലൂടെ ഞങ്ങൾക്ക് വളർത്തിയെടുത്തത്. ടെൻഷൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ഒരു കാര്യം വ്യക്തമായും കൃത്യമായും ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കാം എന്നുള്ളതാണ് ഓർമ്മ എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് വ്യത്യാസങ്ങൾ ഞാൻ ഈ കോമ്പറ്റീഷൻ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെയുള്ളത് ഒരു ജേണി ആയിരുന്നു. ആ ജേണി ഞാൻ ഒരിക്കലും മറക്കില്ല. ഓർമ്മയുടെ സാരഥികളോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും, പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരോടുമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഓർമ്മ എനിക്കൊരു റോളർ കോസ്റ്റ് ജേർണി പോലെയായിരുന്നു. ഒരുപാട് കയറ്റ ഇറക്കങ്ങളുണ്ടായിരുന്നു. അതിലുപരി എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാകുകയാണ് ചെയ്തത്. ഞാൻ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു. ഇത് ഒരു പ്രസംഗത്തിന് മാത്രമല്ല, എൻ്റെ ക്യാരക്ടർ ബിൽഡിങ്ങിനും കൂടി എന്നെ സഹായിച്ചു. ഓർമ്മ, ആ പേര് പോലെ തന്നെ എല്ലാവർക്കും ഇതൊരു മെമ്മറി തന്നെയാണ്. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്. ജോസ് സാർ, ഞങ്ങളുടെ കോച്ചായിരുന്ന ബെന്നി കുര്യൻ സാർ, പിന്നെ എൻ്റെ മാതാപിതാക്കൾ, അധ്യാപകർ, ഇവർക്കെല്ലാവർക്കും എനിക്ക് ഒരുപാട് നന്ദി പറയുവാനുണ്ട്. ഒരു
എഫക്റ്റീവ് സ്പീക്കറാക്കി മാറ്റുവാൻ ഇവർ ഒരുപാട് പ്രയത്നിച്ചു. അതുമാത്രമല്ല എനിക്കത് ആകുവാൻ സാധിച്ചു. എന്നെപ്പോലുള്ള ഒരുപാട് പ്രസംഗ തൊഴിലാളികൾക്ക് ഇതൊരു ആവേശം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓർമ്മയുടെ എല്ലാ പ്രവർത്തകർക്കും ഇതിനായി പരിശ്രമിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം, ഒരു പുഷ്പം മാത്രം. ഇനി എൻ്റെ ഓർമ്മച്ചെപ്പിൽ ഒരു പുഷ്പമല്ല ഉണ്ടായിരിക്കുന്നത്, മറിച്ച് ഓവർസീസ് റെസിഡൻറ്റ് മലയാളി അസോസിയേഷൻ അഥവാ ഓർമ്മ എന്ന കൂട്ടായ്മയാണ്. കേവലം ഒരു പ്രസംഗ മത്സരവും അതിൻ്റെ സമ്മാനദാനവും എന്ന സ്ഥിരം രീതിയിൽ നിന്നും ഓർമ്മ എന്ന കൂട്ടായ്മയെ വേറിട്ട് നിർത്തുന്നത് അവരുടെ സംഘാടക പാടവമാണ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഓർമ്മയുടെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന ആ രീതിയാണ്. പെറ്റമ്മയും പിറന്ന നാടും മഹത്വമുള്ളതാണെന്ന് വീണ്ടും ഓർമ്മ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഓർമ്മയുടെ ഗ്രാൻഡ് ഫിനാലെയിൽ മലയാള വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്നതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഓർമ്മ എന്ന സംഘടനയോട്, കൂട്ടായ്മയോട് ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മ അവിസ്മരണീയമായ ഒരു യാത്ര. ഓർമ്മയോട് എനിക്കുള്ള നന്ദിയും സ്നേഹവും വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിരിക്കും പ്രസംഗകർക്കായി അവർക്കുള്ള പരിപോഷണത്തിനും പരിശീലനത്തിനുമായി ഇത്രയും പ്രൗഢോജ്വലമായ ഒരു വേദി ഒരുങ്ങുന്നത്. ഇതിനു പിന്നിൽ ഓർമ്മയല്ലാതെ നന്ദി കൊണ്ട് മൂടേണ്ടത് മറ്റാരെയാണ്? അതെ, കാതങ്ങളകലെ അമേരിക്കയിലായിരുന്നിട്ടും ജന്മനാട്ടിലെ കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി തങ്ങളുടെ സമയവും സമ്പത്തും ജോലി തിരക്കുകളും മാറ്റിവെച്ച് ദിനരാത്രങ്ങളോളം അക്ഷീണം യത്നിച്ച ഓർമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും കൂടുതൽ കരുത്തേറിയ പ്രവർത്തനങ്ങളുമായി ഒരുപാട് നാളുകൾ മുന്നേറാൻ ഓർമ്മയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. Thank you. They say there are certain moments where words cannot express our feelings. I feel like now I am there. Whatever I say, it cannot express my true feelings. Orma, the Ormas that the Orma competition have given me will cherish forever. And certainly the Orma competition has a special place in my heart. I expected, or this took longer than I imagined or I expected, because this was a journey of 6 months. But now, this 6 months all turn it in just a blink of an eye. Now what I feel is I feel very happy for myself and the Orma competition, which gave me this opportunity or this platform to explore myself and to flourish my speaking skill. Thank you to the whole Orma team, and thank you. Hello everyone, greetings of the day. I'm so excited and elated to stand here as the overall Orator of the Year award of Orma 2023. The experience I had so far was literally amazing. Orma is not just a competition, rather it is a molding a person. It transforms us into an efficient speaker. We've all seen great speakers, but most of them are not effective. But Orma are making us, transform us and making us good proficient speakers of the next generation. I'm so thankful to Orma, my mother and all the supporters who encouraged me to do this presentation and perform my level best. Once again, thank you.